വെൽക്കം ടു ദ അതർ സൈഡ്. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഇന്ന് യുണൈറ്റഡ് ഫാൻ ആണ്, എല്ലാവർക്കും അറിയുന്ന ആളാണ്. ഷെഡ്ഫോർഡ് സിഗ്നൽ യുണൈറ്റഡ് ഫാൻസിനും അല്ലാത്തവർക്കും ഞങ്ങളൊക്കെ ലാസ്റ്റ് ഇയർ തൊട്ട് പുള്ളിയുടെ സ്ട്രീംസും ഷോസും കാണും. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. യുണൈറ്റഡ് ഫാൻ ഇൻ ദി റെഡ്സ് പോഡ്കാസ്റ്റ് ഇസ് ദ ഫസ്റ്റ്. യെസ്. പക്ഷെ നമ്മൾ സ്ട്രീം റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് മിരാജ് പറയുന്നുണ്ടായിരുന്നു നമ്മുടെ രണ്ടുപേരുടെ അവസ്ഥ ഏകദേശം ഒരുപോലെയാണ്. ആൻഡ് ഐ കൈൻഡ് ഓഫ് എഗ്രി വിത്ത് ഹിം. കാരണം ഐ തിങ്ക് ഇറ്റ്സ് ആർസണൽ ആൻഡ് ദ റെസ്റ്റ് നൗ. കാരണം ആർസണലിന്റെ സ്ക്വാഡ് ഡെപ്തും സ്റ്റെബിലിറ്റിയും അവരുടെ മാനേജർ കണ്ടിന്യൂവേഷൻ ഒക്കെ വെച്ച് നോക്കുമ്പോൾ കാരിക്കിന് ഇറയോളിനെക്കാട്ടും 4 മാസം എന്തോ പ്രായം അല്ലെ, 4 months എക്സ്ട്രാ ഉണ്ട്. ബാക്കി എല്ലാ ടീമിലും പുതിയ മാനേജേഴ്സ് ആണ്. സോ ബേസിക്കലി വി ആർ ഓൾ ഫൈറ്റിംഗ് ഫോർ ടോപ്പ് 4 എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ലീഗ് ടൈറ്റിൽ യുണൈറ്റഡ് ആണെങ്കിലും ലിവർപൂൾ ആണെങ്കിലും ലോട്ട് ഓഫ് തിങ്സ് ഹാസ് ടു ഗോ റൈറ്റ് ഫോർ എ ലീഗ് ചാലഞ്ച് എന്ന് എനിക്ക് തോന്നുന്നു. To begin with, Miraj, yes, where do you stand now? What do you think? എന്താണ് ഈ സീസണിലെ ഇപ്പത്തെ അവസ്ഥ? ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞാൽ ട്രാൻസ്ഫർ വിൻഡോ രണ്ട് ടീമും ഏകദേശം ഒരുപോലെയാണ്. പക്ഷേ യു ഗൈസ് ഹാവ് എ വെരി പോസിറ്റീവ് ന്യൂസ് വിച്ച് ഈസ് ആമസോണിൻ്റെ ഒക്കെ മുതലാളിയായിട്ടുള്ള ആൾ വന്നിട്ട് നിങ്ങളുടെ ക്ലബിനെ കൂടെ വാങ്ങാൻ പോവാണ്. സോ അങ്ങനെ നോക്കുമ്പോൾ ഈ ട്രാൻസ്ഫർ വിൻഡോനെക്കാട്ടും ബെസ്റ്റ് ന്യൂസ് നിങ്ങൾക്ക് അതാണ് ബേസിക്കലി. പക്ഷേ ഫ്രം എ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പെർസ്പെക്റ്റീവ് സംസാരിക്കുകയാണെങ്കിൽ ആ ഒരു ന്യൂസ് ജെഫ് ബെസോസ് ആൻഡ് ദാറ്റ് മിറ്റാൽ അല്ലേ, അവരുടെയൊക്കെ വന്നിട്ടുള്ളൊരു കൺസോർഷ്യം നിങ്ങളെ വാങ്ങുന്നത് യുണൈറ്റഡ് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര നിരാശ ഉണ്ടാക്കുന്ന സാധനമാണ്. കാരണം നമ്മളുടെ മുമ്പിൽ രക്ഷപ്പെടാനുള്ള വഴി ഉണ്ടായിരുന്നു. പക്ഷേ ഇനിയോസ് അണ്ണന്മാർ വന്നിട്ട് അത് തച്ചുടച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഈ അവസ്ഥയിലാണ്. ആൻഡ് ട്രാൻസ്ഫർ വിൻഡോനെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇനിയോസിൻ്റെ ആണെങ്കിലും ഗ്ലേസേഴ്സിൻ്റെ ആണെങ്കിലും പരമാവധി ഐ വുഡ് സേ ഇൻഎഫിഷ്യൻസി അതാണ് കാണുന്നത്. പ്രോപ്പർ പ്ലേസിനെ സൈൻ ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾ ഉദ്ദേശിച്ച പ്ലേസിനെ സൈൻ ചെയ്യാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ ടാർഗറ്റ്സ് ഒക്കെ മിസ് ഔട്ടായി പോകുന്നുണ്ട്. ആൻഡ് സോ ഞാൻ സത്യം പറഞ്ഞ ലിവർപൂൾ പണ്ട് കസൈഡോനെയും എൻസോനെയൊക്കെ മിസ്സായ ഒരു സീസൺ ഉണ്ടല്ലോ, അതുപോലെയാണ് എനിക്ക് ഫീൽ ആവുന്നത്. നമ്മൾ ടോപ്പ് ടാർഗറ്റിനൊക്കെ നമ്മൾ മിസ്സായി പോകുന്നു. ആൻഡ് വി ഹാവ് ടു എൻഡ് അപ്പ് വിത്ത് ഗുഡ് ക്വാളിറ്റി പ്ലേയേഴ്സ് ആണ്. ഇപ്പോൾ ടിലെമൻസ് ആണെങ്കിലും സാന്റോസ് ആണെങ്കിലും ദേ ആർ വെരി ഗുഡ് ക്വാളിറ്റി പ്ലേയേഴ്സ്. പക്ഷേ ടിലെമൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹിയർ വി ഗോ ശേഷം ഞാൻ ചെയ്ത വീഡിയോ പല ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഐ തിങ്ക് ഞാൻ മാത്രമായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ മാത്രമായിരിക്കും ഒരു നെഗറ്റീവായിട്ട് കണ്ടൊരു നെഗറ്റീവ് എന്നല്ല, കുറച്ച് കൺസേണിങ് ആയിട്ടാണ് ഞാൻ കണ്ടത് നമ്മുടെ ടിലെമൻസിൻ്റെ. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ 29 വയസ്സായി. അതേപോലെ തന്നെ നമ്മൾ ഉദ്ദേശിച്ചൊരു പ്ലെയർ ഒന്നും അല്ല, നമ്മളൊരു മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി കണ്ടിട്ട് കൊണ്ടുവന്നതാണ്. പക്ഷെ ഇപ്പോൾ കളിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഹീസ് എ പെർഫെക്റ്റ് ഫിറ്റ് ആണ്, കാരിക് സിസ്റ്റത്തിൽ വർക്ക് ആവുന്ന ഒരു പ്ലെയർ ആണ്. എൻ്റെ ഏക വറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഞ്ചുറീസ് ആണ്. കാരണം ടിലെമൻസ് കഴിഞ്ഞ വർഷം 23ഓളം മാച്ച് മിസ്സായ ഒരു പ്ലെയർ ആണ്. അപ്പോൾ ആ ഒരു ഇഞ്ചുറി കൺസേൺസ് വെച്ചുകൊണ്ടാണ് എനിക്ക് പേടിയുള്ളത്. സത്യം പറഞ്ഞാൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ വേണമെങ്കിൽ എൻഡോയോട് കമ്പയർ ചെയ്യാം. ലിവർപൂളിന്റെ എൻഡോ വന്ന സമയത്തും ഒരു ആരും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് വന്നൊരു പേരായിരുന്നു എൻഡോ. പക്ഷേ ഇഞ്ചുറീസ് പ്രശ്നം ഉണ്ടായിരുന്നു, സിസ്റ്റത്തിൽ വർക്കായെങ്കിലും ഇഞ്ചുറീസിന് പ്രശ്നം ഉണ്ടായിരുന്നു. സോ അതേപോലെ ടിലെമൻസ് ഫീൽ ആവുന്നത്. പക്ഷേ ഇഞ്ചുറീസ് ഇല്ലെങ്കിൽ ഹി വിൽ ബി എ ഗ്രേറ്റ് അഡീഷൻ ടു അവർ ടീം. എസ്പെഷ്യലി കസ്റ്റമറെ പോയതിന് ശേഷമുള്ള ഒരു എക്സ്പീരിയൻസ് അതൊക്കെ എന്തായാലും ടിലെമൻസ് കൊണ്ടുവരും. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ഇംപ്രസ്ഡ് ആയത് സാന്റോസിലാണ്. കാരണം ആരും എക്സ്പെക്ട് ചെയ്യാതെ കൊണ്ടുവന്നൊരു സൈനിങ് ആണ് സാന്റോസ്. നമുക്കറിയാം ചെൽസിയിൽ നമ്മൾ കളി കണ്ടിട്ടുണ്ടെങ്കിലും ഒരു ബെഞ്ച് ഓപ്ഷൻ ആയിരുന്നു സാന്റോസ്. അപ്പോൾ 50 മില്യൺ കൊടുത്തുകൊണ്ട് സാന്റോസ് വരുമ്പോൾ നമുക്ക് ഏകദേശം ഉറപ്പായിരുന്നു ഇതൊരു ബെഞ്ച് പ്ലെയർ അല്ലെങ്കിൽ ഒരു സ്ക്വാഡ് പ്ലെയർ അങ്ങനെ വിചാരിച്ചത്. പക്ഷേ ഹീ ഈസ് പെർഫോമിങ് വെൽ. ഒരു നമ്പർ 6 റോളിൽ അവൻ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഹീ ഈസ് വെരി കംഫർട്ടബിൾ, ബോളിലും കംഫർട്ടബിൾ ആണ്. കാണുമ്പോൾ നമുക്കൊരു കംഫർട്ട് ഉണ്ട് ബേസിക്കലി. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ, കുറച്ചല്ല കഴിഞ്ഞൊരു 10 വർഷമൊക്കെ എടുത്തു കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മിഡ്ഫീൽഡിൽ യാതൊരു കൺട്രോളും ഉണ്ടായിരുന്നില്ല. അതിലാകെ ഒരു സീസൺ എന്താണ് മാറ്റിച്ചും പോഗ്ബയും ബ്രൂണോ കളിച്ചപ്പോഴാണ് ഒരു കൺട്രോളൊക്കെ നമ്മൾ കണ്ടത്. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി ഒരു 8-9 വർഷം ആ ഒരു കൺട്രോൾ പ്രശ്നം ഉണ്ടായിരുന്നു. ഈവൻ ദോ കസമിറോ വാസ് എ ഗ്രേറ്റ് പ്ലെയർ ഫോർ എസ്, വേൾഡ് ക്ലാസ് അഡീഷൻ ആയിരുന്നു. പക്ഷേ കസമിൻ്റെ റോള് പറഞ്ഞൊരു ഡിസ്ട്രക്ഷൻ, ആ ഒരു എന്താ പറയുക നമ്പർ 6 ഡിസ്ട്രക്റ്റീവ് പ്ലെയർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആയിരുന്നു. ഒരു ബോളിൽ ഓൺ ദ ബോൾ എബിലിറ്റി ആയിരുന്നില്ല നമ്മൾ കണ്ടത്. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ആന്ത്രേ സാന്റോസ് ഒരു ഗ്രേറ്റ് അഡീഷനാണ്. ഒരു ലോക്കി വേണമെങ്കിൽ ഒരു കഴിഞ്ഞ വർഷത്തെ സെനലാമൻസ് പോലെ കൈ മാറാം. ആരും എക്സ്പെക്ട് ചെയ്യാതെ വന്ന് നമ്മുടെ ടീമിലൊരു ഫസ്റ്റ് ലെവലിൽ ഇടം നേടുന്നൊരു പ്ലെയറായി മാറാം സാന്റോസ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ട്രാൻസ്ഫർ വിൻഡോ ആസ് ഓഫ് നൗ ഇറ്റ്സ് എ വെരി ബിലോ ആവറേജ് ട്രാൻസ്ഫർ വിൻഡോ ആണ്. കാരണം ഞാനിപ്പോൾ കഴിഞ്ഞ കുറച്ച് നേരത്തെ ഒരു ലൈവൊക്കെ ചെയ്ത സമയത്ത് അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡെപ്ത് വളരെ മോശമാണ്. എസ്പെഷ്യലി ഇഞ്ചുറി പ്രോൺ പ്ലേയേഴ്സാണ് കൂടുതലും. അതിപ്പോൾ ലൂക്ക് ഷോ, മേസൺ മൗണ്ട്, ഇവർ രണ്ടുപേരും മെഗാ ഇഞ്ചുറി പ്രോൺ ആണ്.
അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചയൊക്കെ മേസൺ മൗണ്ട് ആയിരിക്കാം നമ്മുടെ തേർഡ് മിഡ്ഫീൽഡർ അല്ലെങ്കിൽ ഫോർത്ത് മിഡ്ഫീൽഡർ. അത് പറഞ്ഞ് നാവുകൊണ്ട് ഉള്ളിലേക്ക് ഇടുമ്പോഴേക്കും മുമ്പ് ഇഞ്ചുറി താഴെ വീഴുന്നുണ്ട്. സോ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല മേസൺ മൗണ്ട്. അതേപോലെ ലൂക്ക് ഷോ കഴിഞ്ഞ വർഷം 38 ഗെയിമും കളിച്ചു, പക്ഷേ ഇറ്റ് വാസ് 1 ഗെയിം പെർ വീക്ക്. ഈ സീസണിൽ വരുമ്പോൾ ഡബിൾ ഗെയിമും ട്രിപ്പിൾ ഗെയിമും ഒക്കെ ഉണ്ടായിരിക്കും. സോ ലൂക്ക് ഷോ നോൺ റിലയബിൾ ആണ്. അതേപോലെ തന്നെ നമുക്ക് ബാക്കപ്പിലൊരു സ്ട്രൈക്കർ ഇല്ല. സെർക്സി 9.5 ആണ്, 10ഉം അല്ല 9ഉം അല്ല, അതിൻ്റെ ഇടയ്ക്കാണ് സെർക്സി. അപ്പോൾ ക്യാരിക്കിൻ്റെ സെറ്റിൽ എനിക്ക് തോന്നില്ല സെർക്സി വർക്കാവുന്നുള്ളത്. അപ്പോൾ വി ഹാവ് ടു ഗെറ്റ് അറ്റ്ലീസ്റ്റ് സത്യം പറഞ്ഞാൽ വെൽബെക്കിനെ എടുത്തിരുന്ന് ഇഷ്ടപ്പെട്ടിരുന്നു എനിക്ക്. ചെൽസി പോവുകയും ചെയ്തു. ആൻഡ് ഇനി ആരാളും മറ്റേറ്റൊക്കെ ഉണ്ട്, വരുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ വി നീഡ് അറ്റ്ലീസ്റ്റ് എൻ്റെ ഒപ്പീനിയൻ ഇനിയിപ്പോൾ ഇന്നിപ്പോൾ 11-ാം തീയതി അല്ല, 2 ആഴ്ച കൂടി ബാക്കിയുള്ളൂ. സോ വി ഹാവ് ടു ഗെറ്റ് 3 more പ്ലേയേഴ്സ്. ഒരു ലെഫ്റ്റ് ബാക്ക്, ഒരു സ്റ്റാർട്ടിംഗ് ലെഫ്റ്റ് ബാക്ക്. ഇറ്റ് ക്യാൻ ബി ലൂയിസ് ഹോൾ ഓർ ലൂയിസ് കെല്ലി, കേൾക്കുന്നുണ്ട് ഇപ്പോൾ പേരുകളൊക്കെ. ഒരു മിഡ്ഫീൽഡർ മസ്റ്റാണ്. അത് ആരാന്നൊരു പിടുത്തമില്ല. ഇവർ നോക്കുന്നത് 18-19 വയസ്സുള്ള ലെസ്റ്റർ സിറ്റിയിലൊക്കെ അക്കാഡമി പ്ലെയറൊക്കെയാണ് നോക്കുന്നത്. പക്ഷേ വി ഹാവ് ടു ഗെറ്റ് പ്രോപ്പർ മിഡ്ഫീൽഡർ. അതേപോലെ തന്നെ ഒരു ബാക്കപ്പ് സ്ട്രൈക്കർ മസ്റ്റാണ്. സോ ഇത് 3 വന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഹോപ്പ് ഉണ്ട് അടുത്ത സീസണിൽ ഒരു ടോപ്പ് 4 ഒക്കെ നേടാൻ പറ്റുന്നുള്ളത്. ബട്ട് കമ്പയറിംഗ് ടു അഗെയിൻ ലിവർപൂൾ, ഐ തിങ്ക് വി ആർ ഇൻ എ ബെറ്റർ പ്ലേസ് എനിക്ക് തോന്നുന്നുണ്ട് ആസ് എ സ്ക്വാഡ് വൈസ്. കാരണം ഞാനിപ്പോൾ ആർനെ സ്ലോട്ട് എന്ന് പറയുന്നത്, സോറി തല്ലരുത്. നമ്മുടെ ഇറയോള പറഞ്ഞത് ഞാൻ കേട്ടു, 30 മിനിറ്റ് മാത്രമാണ് എൻ്റെ പ്ലേസിന് ഓടാൻ പറ്റുന്നുള്ളൂ, അത് കഴിഞ്ഞ് ഓടാൻ പറ്റുന്നുള്ളൂ. സോ ആ ഒരു കാര്യം കേട്ടപ്പോൾ എനിക്കൊരു ഹോപ്പ് ഉണ്ട്. കാരണം ലിവർപൂളിന്റെ മുകളിൽ യുണൈറ്റഡിന് ഫിനിഷ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഹോപ്പ് ഉണ്ട്. ലെറ്റ്സ് സീ. എന്തായാലും അഗെയിൻ ഞാൻ പലപ്പോഴും പറഞ്ഞ സംഭവമാണ്, ട്രാൻസ്ഫർ വിൻഡോ പോലെ അല്ല സീസൺ. ട്രാൻസ്ഫർ വിൻഡോ പകുതി, സീസണിലെ മെന്റാലിറ്റി, ആ പ്ലേയേഴ്സ് ജെല്ലാവുന്നത് പകുതി. ട്രാൻസ്ഫർ വിൻഡോ ഇത്രയും മെഗാ ട്രാൻസ്ഫർ വിൻഡോ നടത്തിയ ടീമുകളൊക്കെ അപ്പൊ അങ്ങോട്ട് പോകുന്ന ലിവർപൂളിന്റെ അവസ്ഥ എടുത്താൽ അതെ, ഞാൻ ആക്ച്വലി ചെൽസിയെ പറയാൻ പറ്റും, പിന്നെ ആലോചിച്ച ലിവർപൂൾ ഉണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ ചെൽസി ആണെങ്കിലും ഇതേപോലെ തന്നെ മെഗാ സൈനിങ്സ് നടത്തി കൊണ്ടുവന്ന കുറെ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷെ അവരെ ജെല്ല് ആയിട്ടില്ല, ആ ടീം സെറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. സെയിം വിത്ത് ലിവർപൂൾ ഐ തിങ്ക് ലാസ്റ്റ് സീസണിലാണെങ്കിലും ടാക്ടിക്സ്. സോ മെഗാ സൈനിങ്സ് അല്ല, വി ഹാവ് ടു ഗെറ്റ് പ്രോപ്പർ സൈനിങ്സ്, ഇഞ്ചുറി പ്രോൺ അല്ലാത്ത നല്ല അഡീഷൻസ് കൊണ്ടുവന്നാൽ ഐ തിങ്ക് ദർ ഇസ് എ ഹോപ്പ്. ഞാൻ പറഞ്ഞു ടൈറ്റിൽ എടുക്കുന്നല്ല, അതൊരു 1 horse റേസ് ആണ് മിക്കവാറും ഈ സീസൺ. ആർസണൽ ആർ ദ ഫേവറേറ്റ്സ് സെക്കൻഡ് മുതൽ ഫിഫ്ത്ത് വരെ. Second also I feel like it's City, man. I mean, City have a huge depth squad നോക്കുകയാണെങ്കിൽ. I mean, especially Rangers Rodri പോയാൽ it's a different ball game now. Actually ഈ സീസൺ ട്രാൻസ്ഫർ വിൻഡോ I think it's going to be mad end to the transfer window because വളരെ slow ആണ്. If you look at United, okay, they have signed 3 players അല്ലേ. Liverpool has signed 2 players, 1 on loan. ചെൽസിയും മെഡ്രിഡും ഒഴികെ ബാക്കി എല്ലാവരും വളരെ സ്ലോ ആണ്. ആർസണൽ ഈവൻ സൈൻ ഓൺലി 2 players and 2 of them left. Spurs. That is a different realm of things. സത്യം പറഞ്ഞാൽ അവര് ചെലവാക്കിന അവര് പ്രീമിയർ ലീഗ് ടൈറ്റിൽ ചാർജ് ഉണ്ടാവണം സ്പേഴ്സ്. എന്റെ അഭിപ്രായം അതാണ്. ഞങ്ങൾ ഒരു സ്പേഴ്സ് ഫാനെ കൊണ്ടുവന്നപ്പോൾ they are expecting a title charge. പക്ഷെ ആ സമയത്ത് ക്രൂപ്പി ഒക്കെ വരുന്നതാണ് പ്രതീക്ഷിച്ചത്, പക്ഷെ അത് നടന്നില്ല. എനിക്ക് തോന്നുന്നു യുണൈറ്റഡിന്റെ if you look at the squad, നിരാശ് പറഞ്ഞ പോലെ ഐ ഡോണ്ട് തിങ്ക് ഈ സൈനിങ്സ് ഇത്തവണ പാസ്റ്റ് സീസൺസിലെ യുണൈറ്റഡിന്റെ ബിഗ് നെയിം സൈനിങ്സിനെക്കാട്ടും ബെറ്റർ സൂട്ടഡ് ടു സിസ്റ്റം സൈനിങ്സ് ആണ് ഇത്തവണ വന്നിരിക്കുന്നത്. പ്രോബ്ലം ഇസ് നോട്ട് ദ പ്രൊഫൈൽ ഓഫ് പ്ലേയേഴ്സ്, ദ നമ്പർ ഓഫ് പ്ലേയേഴ്സ് ആണ് പ്രശ്നം. കാരണം ലാസ്റ്റ് സീസൺ യൂറോപ്പ് ഇല്ലായിരുന്നു. യൂറോപ്പ് ഇല്ലാത്ത സമയത്ത് ഇറ്റ് വാസ് എ വെരി എന്താ പറയാ, ഫ്രണ്ട് ത്രീ വാസ് സ്റ്റേബിൾ വിത്ത് സെസ്കോ, എംബെമോ, കുഞ്ഞ, എവറിത്തിങ് വർക്ക്. പക്ഷെ ഈ വെഡ്നസ്ഡേ മാച്ചസ് വന്നാൽ the whole ball game changes, especially when you have these injury prone players. അവിടെയാണ് എനിക്ക് തോന്നുന്നത് യുണൈറ്റഡിന്റെ സ്ക്വാഡിൽ എഡിഷൻസ് ആവശ്യമുള്ളത്. ആൻഡ് യു നീഡ് ദാറ്റ് ചാമ്പ്യൻസ് ലീഗ് എക്സ്പീരിയൻസ് അല്ലെ. എനിക്ക് അവിടെയാണ് ഒരു അണ്ടർവെൽമിംഗ് ആയ ഇപ്പൊ കസമീറോ എന്തൊക്കെ പുള്ളിയുടെ ലെഗ്സ് പോയി എന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും വെൻ യു ഹാവ് എ കസമീറോ ഇൻ എ ഡ്രസ്സിംഗ് റൂം, യങ് പ്ലേയേഴ്സ് ഓർ എവറിബഡി ഓക്കെ ഇയാൾ പറയുന്നതിൽ എന്തോ കാര്യമുണ്ട്, കാരണം പുള്ളി യെസ് ഡൺ ഇറ്റ് ഓൾ ഇൻ ഫുട്ബോൾ. അപ്പൊ നമുക്ക് ഓക്കെ ഒരു 1-0 ഒക്കെ ട്രെയിൽ ചെയ്യുകയാണെങ്കിലും പുള്ളി വന്ന് പറയുന്നു ഓക്കെ ഗൈസ് വി ക്യാൻ കം ബാക്ക് എന്ന് പറയുമ്പോൾ ഒരു ബിലീഫ് ഉണ്ടാവും. സോ ആ ഒരു ബിലീഫ്, കാരണം either you need a manager who has done it or you need some players who have done it. അത് യുണൈറ്റഡിന് എനിക്ക് മിസ്സിംഗ് ആയിട്ട് തോന്നിയ. എനിക്ക് മനസ്സിലാക്കാം, അതായത് ഒരു ബഡ്ജറ്റ് വെച്ചിട്ട് ലിവർപൂൾ ഒരുപാട് വർഷം ആ ഒരു ഫോർമാറ്റ് ആയിരുന്നു, ലൈക്ക് യു സൈനിങ് ഓൺലി ദ റൈറ്റ് പ്രൈസ്, ദ റൈറ്റ് പ്ലെയർ. പക്ഷെ ഈ സീസൺ ഐ തിങ്ക് യുണൈറ്റഡ് വെർ ആഫ്റ്റർ ചൂമേനി എ ലോട്ട്. അതും ഈ ഒരു ആംഗിൾ വെച്ചാണ് എനിക്ക് തോന്നുന്നത്. ലൈക്ക്
സംതിങ് മോർ ദാറ്റ് ഹി ഹാസ് സീൻ ഇറ്റ് ഓൾ, ആ ഒരു ഫീലിംഗ്. സോ ഹൗ ഡു യു സീ ദാറ്റ്? ലൈക്ക് ഒരു ചാമ്പ്യൻസ് ലീഗ് റണ്ണ് വരുമ്പോ ഈ എല്ലാ, ഐ തിങ്ക് ഇപ്പൊ ലാസ്റ്റ് സീസണിൽ കുഞ്ഞാണെങ്കിലും എംബുമ ആണെങ്കിലും, ഐ തിങ്ക് സെസ്കോ പ്ലേഡ് ചാമ്പ്യൻ ലൈപ്സിക്കിൽ കളിച്ചിട്ടുണ്ടാവും SCR. പക്ഷെ ബാക്കി എല്ലാവരും ഇതിലേക്ക് ഒരു ഫ്രഷ് ആണ്, ഇൻക്ലൂഡിങ് കാരിക്. സോ ഹൗ ഡു യു, എങ്ങനെയാണ് അത് കാണുന്നത്? ഐ ഡോണ്ട് തിങ്ക് കാരിക്കിന് പ്രശ്നം എനിക്ക് തോന്നുന്നില്ല. കാരണം കാരിക് ഹാസ് ഓൾറെഡി മാനേജ്ഡ് ഇൻ ചാമ്പ്യൻസ് ലീഗ്. 1-2 ഗെയിം ഒക്കെ യുണൈറ്റഡിനോട് മാനേജ് ചെയ്തിട്ടുണ്ട് ഇനീഷ്യൽ ആ സ്റ്റിംഗിൽ. മറ്റേ എനിക്ക് വേണം ഒരേ സഹായ സമയത്ത്. And also as a player he has played in Champions League. He has won the Champions League. So as a player, yes. I'm looking as a coach. Coach is different. പക്ഷെ again I'll take a player aspect first. ഇപ്പോ എനിക്കറിയില്ല ടെൻ ഹാഗോ അല്ലെങ്കിൽ അമോറിം ഒന്നും ചാമ്പ്യൻസ് ലീഗ് കളിച്ച പരിചയം എനിക്ക് തോന്നുന്നില്ല. ആസ് കാരിക് അത് പ്രൂവൺ ആണ്, ചാമ്പ്യൻസ് ലീഗ് വിന്നർ ആണ്. സോ ആ ഒരു മെന്റാലിറ്റി മൂപ്പർക്ക് ഉണ്ട്, എങ്ങനെ ഒരു മാച്ച് ജയിക്കണം അല്ലെങ്കിൽ യുനോ എങ്ങനെ അത് മാനേജ് ചെയ്യണം എന്നുള്ളതൊക്കെ ഒരു സംഭവം ഉണ്ട്. ആൻഡ് ഹി ഈസ് എൻ എലീറ്റ്, ഹി വാസ് എൻ എലീറ്റ് മിഡ്ഫീൽഡർ ഈവൻ നൗ. എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ ടീമിൽ ഇപ്പോൾ കാര്യമൊക്കെ കളിച്ചാലും ഹി വിൽ പ്ലേ ബെറ്റർ ദാൻ മോസ്റ്റ് ഓഫ് ദ ഗൈസ്, ഉള്ള കാര്യം പറയാലോ. ഹി ഈസ് എൻ എലീറ്റ് പ്ലെയർ, ഹി വാസ് എൻ എലീറ്റ് പ്ലെയർ. ഭയങ്കര അണ്ടർറേറ്റഡ് ആയിരുന്നു മൂപ്പര്. എക്സാക്ട്ലി ആ പ്രൊഫൈൽ പ്ലെയർ ഇപ്പോ വേണ്ടത്. എക്സാക്ട്ലി. ആൻഡ് ഐ തിങ്ക് ഐ എം ഗെറ്റിംഗ് എ ഫീലിംഗ് സാന്റോസിന് ആ ഒരു ചെറിയ ട്രേറ്റ്സ് ഒക്കെ അവിടെ കാണുന്നുണ്ട്. ആ ഒരു ലൈൻ ബ്രേക്കിംഗ് പാസ് ഒക്കെ കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ. സോ കാരിക്കിന്റെ സിറ്റുവേഷൻ എടുത്തു കഴിഞ്ഞാൽ ആസ് എ കോച്ച് ഹി ഈസ് യെറ്റ് ടു പ്രൂവ് ഇൻ ബിഗർ ലെവൽസ്, അതുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ടിലെമെൻസിന്റെ സൈനിങ് ഹെൽപ്പ് ചെയ്യും ചാമ്പ്യൻസ് ലീഗിലോട്ട്. കാരണം ഹി വൺ യൂറോപ്പ ലീഗ് കഴിഞ്ഞ സീസണിൽ. ഹി വാസ് ആ ഒരു പ്ലെയർ നല്ലൊരു എന്താ പറയുക ഇമ്പാക്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉനൈ എമറിക്ക് യൂറോപ്പ ലീഗിലൊക്കെ. ആൻഡ് അതേപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗ് കളിച്ച പരിചയവും ടിലെമെൻസിനുണ്ട്. ആസ്റ്റൺ വില്ല ഓൾറെഡി വേൾഡ് കപ്പ് സെമിഫൈനൽസിലൊക്കെ കളിച്ചാൽ ഹി വാസ് പാർട്ട് ഓഫ് ദി ഗോൾഡൻ ജനറേഷൻ ഓഫ് ബെൽജിയം. ഹി ഈസ് എ വെരി വെൽ എക്സ്പീരിയൻസ്ഡ്, അതേപോലെ തന്നെ വെർസറ്റൈൽ മിഡ്ഫീൽഡർ ആണ്. ഹി ക്യാൻ ഡിഫെൻഡ്, ഡീപ്ലി ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. ഹി ക്യാൻ കൺട്രോൾ ദ ബോൾ, ഹി ഓൺ ദ ബോൾ ബെറ്റർ ആണ്. പ്രശ്നമുള്ളത് ഈ ട്രാൻസിഷൻ വരുമ്പോൾ ഉള്ള ഒരു പ്രശ്നമാണ് ടിലെമെൻസ് ഞാൻ കാണുന്നത്. ഓടിപ്പിടിക്കാനുള്ള ഒരു ലെഗ്സ് അതില്ല. പക്ഷെ ഫ്രം എൻ എക്സ്പീരിയൻസ് പോയിന്റ് ഓഫ് വ്യൂ ഹി ക്യാൻ പ്ലേ. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ബി എ പ്രോബ്ലം. സാന്റോസിനും ആൻഡ്രേ സാന്റോസും കഴിഞ്ഞ വർഷം ചെൽസിക്ക് വേണ്ടിയിട്ട് ചാമ്പ്യൻസ് ലീഗ് കളിച്ചിട്ടുണ്ട്. അങ്ങനെ PSG കളിച്ചിട്ടുണ്ട്. ബാഴ്സക്കെതിരെ കളിച്ച ടീമിലും ബാഴ്സ തോൽപ്പിച്ച ടീമിലും എനിക്ക് തോന്നുന്നത് സാന്റോസ് ഉണ്ടായിരുന്നു. സോ എക്സ്പീരിയൻസിൽ ഓഫ് കോഴ്സ് ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ചാമ്പ്യൻസ് ലീഗ് കളിച്ച പരിചയമുണ്ട്. പിന്നെ നമ്മുടെ ടീമിലുള്ള പലരും ഇപ്പോൾ ബ്രൂണോ ആണെങ്കിലും റാഷ്ഫോർഡ് തിരിച്ചു വന്നാൽ, ഐ ഹോപ്പ് ഹി ലീവ്സ്, പക്ഷേ റാഷ്ഫോർഡ് തിരിച്ചു വന്നാൽ റാഷ്ഫോർഡ്, സെസ്കോ, ലിസാൻഡ്രോ മാർട്ടിനസ്, അതേപോലെ തന്നെ ഐ തിങ്ക് ഡിലിറ്റ്, ഇവർക്കൊക്കെ ചാമ്പ്യൻസ് ലീഗ് മസ്റാവി, ഇവർക്കൊക്കെ ചാമ്പ്യൻസ് ലീഗ് കളിച്ച പരിചയമുണ്ട്. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ ബി എ പ്രോബ്ലം. പക്ഷേ എഗെയിൻ നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോൾ ചൗമിനി പോലത്തെ ഒരു മിഡ്ഫീൽഡർ, എ പ്രൂവൺ വിന്നർ, അതില്ല. അതാണ് ഒരു പ്രശ്നം. സോ ഐ എം നോട്ട് എക്സ്പെക്ടിങ് യുണൈറ്റഡ് ഇപ്പോൾ നാളെ ചാമ്പ്യൻസ് ലീഗ് എടുക്കുമെന്നോ അല്ലെങ്കിൽ സെമി ഫൈനലിൽ എത്തുമെന്നോ ഞാൻ പറയുന്നില്ല. പക്ഷേ ലെറ്റ്സ് സേ ഒരു ക്വാർട്ടർ ഫൈനലിൽ ഒരു ടൈറ്റ് മാച്ചാണ്, ആ ഒരു സമയത്ത് അത് എലീറ്റ് വിന്നിങ് മെന്റാലിറ്റി കാണിക്കാൻ പറ്റിയ ഒരു പ്ലെയർ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ആകെ എടുത്തു പറയാൻ പറ്റുകയാണെങ്കിൽ ഐ വുഡ് സേ മാർട്ടിനസ് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഹി ഈസ് എ വേൾഡ് കപ്പ് വിന്നർ. അതല്ലാതെ ഒരു പ്ലെയർ ഇപ്പോൾ എടുത്തു പറയാനില്ല. സോ അങ്ങനത്തെ ഒരു പ്രൊഫൈലാണ് നമുക്ക് വേണ്ടിയിരുന്നത്. ഇപ്പോൾ ചൗമിനി ടൈപ്പ്, മേ ബി ഐ വുഡ് സേ കമവിംഗോ ഓൾസോ വുഡ് ഹാവ് ബീൻ ഓക്കെ. പക്ഷെ പ്രിഫറബിളി ചൗമിനി അത് വരുന്നതായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചത്. ആൻഡ് ഐ തിങ്ക് ഈവൻ യുണൈറ്റഡ് വാസ് വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ആ റോഡ്രി അങ്ങോട്ട് പോകുന്നു, ചൗമിനി ഇങ്ങോട്ട് വരുന്നു, മേ ബി ദാറ്റ് വാസ് ദർ പ്ലാൻ. പക്ഷെ അങ്ങനെ കാത്തിരുന്ന് കഴിഞ്ഞാൽ നടക്കില്ല എന്നുള്ളതാണ് വീണ്ടും ഇറ്റ്സ് പ്രൂവൺ. കാരണം യു ഹാവ് ടു ആക്ട് ഫാസ്റ്റ് ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ദേ ഡിഡ് ദെയർ ഹോം വർക്ക് വെൽ. ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ വരുമ്പോൾ അവരുടെ പ്ലാനിങ് മൊത്തം പാളിപ്പോയി എനിക്ക് തോന്നുന്നു ഇനിയോസിൻ്റെ. അവർ അത് മാത്രമല്ല, ഐ ഡോണ്ട് തിങ്ക് അവർ ഉദ്ദേശിച്ച പോലെ അല്ല മാർക്കറ്റ് പോയത്. അവർ ഉദ്ദേശിച്ചത് ഒരു 50 മില്യൺ 60 മില്യൺ പ്ലെയർ വരും. പക്ഷേ 50 മില്യൺ 60 മില്യൺ പ്ലെയറിനൊക്കെ അവർ 80-90 പ്രൈസ് ടാഗ് വന്നപ്പോൾ ഇവരാകെ പാളിപ്പോയി. എനിക്ക് തോന്നുന്നു അതാണ് ഒന്ന് സംഭവിച്ചത്. രണ്ടാമത്തെ സംഭവം, ഇത് എൻ്റെ തിയറിയാണ്, ഈ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആവുന്നതിൻ്റെ ഒരു 2-3 ദിവസം മുമ്പേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പുതിയ സ്റ്റേഡിയത്തിനുള്ള ഒരു ലാൻഡ് അക്വിസിഷൻ നടത്തിയിരുന്നു. എൻ്റെ ഒരു തിയറി പ്രകാരം ഐ തിങ്ക് ദേ ഇൻവെസ്റ്റഡ് സം മണി ഫ്രം ട്രാൻസ്ഫർ വിൻഡോ ടു ദാറ്റ് എന്നെനിക്ക് ഇതെൻ്റെ ഞാൻ പറഞ്ഞ പ്രൂവൺ അല്ല, പക്ഷെ എനിക്ക് തോന്നുന്നു. കാരണം ദേ ആർ, അല്ലെങ്കിൽ ഇപ്പോൾ വി ഹാവ് എ റെക്കോർഡ് റവന്യൂ മേക്കിംഗ് സീസൺ കഴിഞ്ഞ സീസണിൽ 700 മില്യൺ നമ്മൾ റെക്കോർഡ് ഇട്ടത്. പക്ഷെ ട്രാൻസ്ഫർ വിൻഡോ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇറ്റ്സ് വൺ ഓഫ് ദ വേഴ്സ്റ്റ് റവന്യൂ മേക്കിംഗ് സീസൺ എന്ന് തോന്നുന്നു.
എനിക്ക് തോന്നുന്നു ഓബിൻ ആൻഡ് സ്വരൂപ് ക്യാൻ കമന്റ് ഓൺ ദിസ്. അതായത് സീസണിന്റെ തുടക്കത്തിൽ തന്നെ എലിയട്ട് ആൻഡേഴ്സൺ 116 മില്യൺ ടു സിറ്റിന്ന് പോകുമ്പോ ഇപ്പൊ ലിവർപൂൾ ആണെങ്കിലും ആർസണൽ ആണെങ്കിൽ പോലും എല്ലാവരുടെയും കയ്യിൽ നിന്ന് പോയി. കാരണം ആർസണൽ ഓൾസോ വെർ ദ ബാക്ക് ഓഫ് മോർഗൻ റോജേഴ്സ്. കാരണം ഒരു തുടക്കത്തിൽ തന്നെ ആ മാർക്കർ വീണു 116 മില്യൺ ഫോർ എലിയട്ട് ആൻഡേഴ്സൺ. അതൊരു സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ഇപ്പം എല്ലാ ക്ലബും എടുക്കുന്നത്. അതോടുകൂടി ഇപ്പം മിരാജ് പറഞ്ഞ പോലെ ചൂമേനി ഒരു 60-65 നേരെ കുത്തനെ 90-100 പോവാൻ തുടങ്ങി. ആൻഡ് നൗ വി സീ എല്ലാ പ്ലെയറും 100 ആണ്. ഒരു പോയിന്റ് ആഡ് ചെയ്യാനുണ്ട്. ഐ ഡോണ്ട് തിങ്ക് വി വർ എക്സ്പെക്ടിംഗ് ടു സ്പെൻഡ് 65 ഓൺ ചൗമിനി. ചൗമിനിക്ക് നമ്മൾ ഇട്ടിരുന്നത് കോട്ട് 80 മില്യൺ ആയിരുന്നു. സംതിങ് അറൌണ്ട് 80 നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന മാർക്കി മിഡ്ഫീൽഡർ, അതായിരുന്നു നമ്മുടെ കോട്ട്. ദാറ്റ് സെക്കൻഡ് മിഡ്ഫീൽഡർ വാസ് അറൌണ്ട് 50-60 ആൻഡ് തേർഡ് മിഡ്ഫീൽഡർ വാസ് അറൌണ്ട് 30 സംതിങ്. പക്ഷേ സംഭവിച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് മോർ ദൻ എലിയറ്റ് ആൻഡേഴ്സൺ മാത്യൂസ് ഫെർണാണ്ടസിന് 85 മില്യൺ പോയപ്പോഴാണ് പണി പോയത്. ഇതിൽ നിന്നാണ് ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കാം. ആക്ച്വലി രണ്ട് പ്രോബ്ലി ടു തിങ്സ് കുറച്ച് കോൺട്രവേഴ്സി ആയിരിക്കും. ഓലെ അറ്റ് ദ വീൽ ഈ സാധനം വന്നത് ഹി വൺ ചാമ്പ്യൻസ് ലീഗ്, ആ ഒരു എന്താ പറയാ അടിപൊളി റൺ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. ആൻഡ് ദേ ഗേവ് എ കോൺട്രാക്ട്. വാസ് കാരിക് ദ റൈറ്റ് ചോയ്സ് ഈ സീസൺ എന്നുള്ളതല്ല ഫോർ എ ഫ്യൂച്ചർ റൺ? ആ ഒരു സാധനം കാരിക് ടുക്ക് ഓവർ അമോറിം, എക്സലന്റ് റൺ, 17 കളിയിൽ 12 ജയം. യുനോ എനിബഡി ക്യാൻ ബി പ്രൗഡ് ഓഫ് ദാറ്റ് അച്ചീവ്മെന്റ്, ദാറ്റ് റൺ യു ഹാഡ്. പക്ഷെ അവിടെ നിന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ വിൽ കാരിക് ബി ഇനഫ് പ്രൊവൈഡഡ് ഹി ഈസ് നോട്ട് ഗെറ്റിംഗ് ദ ഫണ്ടിങ്? നമ്മൾ ഇതിന്റെ രണ്ട് സൈഡ് പറയാം. ഒന്ന്, യു ഗേവ് ഒലെ ദ സെയിം തിങ്, ഒലെ ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞിട്ട് 2 വർഷം എക്സ്റ്റൻഷൻ കിട്ടി ആൻഡ് ഇറ്റ് ഓൾ വെന്റ് സൗത്ത്. ഇതിന്റെ മറ്റേ വശം എന്ന് പറയുന്നത് ആർട്ടേറ്റ വാസ് നെവർ എ മാനേജർ ബിഫോർ ആർസണൽ. പക്ഷെ വാട്ട് ആർട്ടേറ്റ ഹാഡ് വാസ് എ വെരി പേഷ്യന്റ് ബോർഡ് ആൻഡ് ഗുഡ് ഇനഫ് മണി ടു ഇൻവെസ്റ്റ് ഓൺ സ്ക്വാഡ്. ആർട്ടേറ്റക്ക് കൊടുത്ത ക്യാഷ് ഇല്ലാണ്ട്, ഫണ്ടിങ് ഇല്ലാണ്ട്, ഡു യു തിങ്ക് Carrick can do what Arteta has done? Playing style alla that peak, or is it too soon to judge? I think it's too soon to judge Carrickനെ. അത് പറയാൻ കാരണം എൻ്റെ സൈഡിൽ നിന്നല്ല, ഈവൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ബോർഡും Carrickന് 2 വർഷത്തെ കോൺട്രാക്ട് കൊടുത്തുള്ളൂ. സോ ഇറ്റ് ഷോസ് ലൈക്ക് they don't have complete trust on Carrick. അവർ ചെയ്തൊരു മണ്ടത്തരം ടെൻ ഹാഗിന് എക്സ്റ്റൻഷൻ 2-3 വർഷം കൊടുത്തിരുന്നു. ആൻഡ് അഗൈൻ ഇറ്റ് വെന്റ് സൗത്ത്. അമോറിമിന് 3 years കോൺട്രാക്ട് കൊടുത്തിരുന്നു. ഇറ്റ് വെന്റ് സൗത്ത്. കാരിക്കിന് എനിക്ക് തോന്നുന്നു ദേ ആർ എക്സ്പെരിമെന്റിങ് വിത്ത് കാരിക് ബേസിക്കലി. കാരണം ഐ ഫീൽ ലൈക്ക് അഗൈൻ ഇപ്പൊ ഞാൻ നേരത്തെ ചോദിച്ച പോലെ, ഈസ് കാരിക് ദ റൈറ്റ് മാനേജർ ഓർ കോച്ച് ടു ടേക്ക് യുണൈറ്റഡ് ടു ദ നെക്സ്റ്റ് ലെവൽ? ഓഫ് കോഴ്സ് നോട്ട്. ഹി ഹാസ് നോട്ട് പ്രൂവൺ ഇറ്റ്. എനിക്ക് തോന്നുന്നത് ഇതാണ്, കാരിക്കിന് ചിലപ്പോൾ 2 വർഷം സമയം കൊടുക്കും. ഇഫ് ഹീ ക്യാൻ ഗെറ്റ് യുണൈറ്റഡ് ഇൻ ടു ടോപ്പ് 4 കോൺസിക്യൂട്ടീവ് സീസൺസ്, ഐ തിങ്ക് they will extend his contract. Maybe more money will be involved for him. ഞാൻ ഇതിൽ ആഡ് ചെയ്യാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ യുണൈറ്റഡിന്റെ എല്ലാ ഇപ്പൊ 4-5 വർഷത്തെ സീസൺസിലെ ട്രാൻസ്ഫറോ സീസൺസും നോക്കുമ്പോൾ വന്ന ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വിസിബിൾ ആണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മിസ്റ്റേക്സിൽ നിന്നാണ് പല ഫ്യൂച്ചർ മീൻസ് അടുത്ത വർഷത്തോ അല്ലെങ്കിൽ 2-3 വർഷം കഴിയുമ്പോൾ അതൊക്കെ കറക്റ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. ഇപ്പൊ മാനേജറിന്റെ കേസ് തന്നെ പറഞ്ഞു, കഴിഞ്ഞ 2 മാനേജേഴ്സിനും ഒരു മോശമില്ലാത്ത റൺ കണ്ടു കഴിഞ്ഞപ്പോ ഹി ഈസ് ദ നെക്സ്റ്റ് മാൻ എന്ന് പറഞ്ഞിട്ട് കോൺട്രാക്ട് റിന്യൂ ചെയ്ത് കൊടുക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അത് മാറ്റി. ഇപ്പൊ പ്രൂവ് ചെയ്തിട്ടും പേഷ്യന്റ് ആയിട്ട് ഇരിക്കുകയാണ്. മീൻസ് ഇത്തിരി പേഷ്യൻസ് കീപ്പ് ചെയ്തിട്ട് ഇതൊരു പ്രോസസ്സാണ്. ലെറ്റ് ഇറ്റ് ഗോ ദാറ്റ് വേ. കൂടുതൽ അതില് ഗ്ലോറിഫൈ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതിങ്ങനെ തന്നെ പോട്ടെ. അതേപോലെ സൈനിങ്സിന്റെ കേസാണ് അവർ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ടോപ്പ് സൈനിങ്സ്, സ്റ്റാർസിനെ സൈൻ ചെയ്യുക എന്നുള്ള സംഭവം. അത് വർക്കൗട്ട് ആണില്ല എന്ന് കണ്ടു മനസ്സിലാക്കാൻ ഇത്തിരി വൈകി. ബട്ട് സ്റ്റിൽ അവർ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അത് ആ സ്റ്റൈല് മാറ്റി. ഇപ്പൊ ചാമ്പ്യൻസ് ലീഗിൽ ക്വാളിഫൈ ചെയ്യാതിരിക്കുമ്പോൾ എങ്ങനത്തെ പ്ലേയേഴ്സ് മീൻസ് ലീഗിൽ തന്നെ കളിക്കുന്ന
നല്ല സ്റ്റാർട്ടേഴ്സ് ആയിട്ടുള്ള പ്ലേയേഴ്സ്, നല്ല ലീഗ് എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സിനെ ആരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സിസ്റ്റം ഇത്തിരി കൂടി ഇമ്പ്രൂവ് ആവാം, റിസൾട്ട്സ് ഇത്തിരി കൂടി ബെറ്റർ കൊണ്ടുവരാം, ആ രീതിയിൽ അവർ ചിന്തിച്ചു തുടങ്ങിയിട്ടാണ് ഈ പറഞ്ഞ കഴിഞ്ഞ സീസണിലെ സൈനിങ്സ്. അതിനോട് ജോയിൻ ചെയ്തിട്ട് മീൻസ് അതേപോലെ തന്നെയാണ് ഇപ്പോഴത്തെ ചെയർമാൻസിന്റെ ഒക്കെ സൈനിങ്സ്, അതേ പാറ്റേണിൽ തന്നെയാണ് വരുന്നത്. ഞാനൊരു പ്ലെയറിനെ കൂടി എക്സ്പെക്ട് ചെയ്തായിരുന്നു, മറ്റേ നമ്മുടെ ജോ ഗോമസിനെ എക്സ്പെക്ട് ചെയ്തായിരുന്നു. മീൻസ് ആ പ്രൊഫൈലിലുള്ള ജോ ഗോമസ്, ആ പ്രൊഫൈലിലുള്ള പ്ലേയേഴ്സിനെയാണ് ഇപ്പൊ റീസെന്റ് 2 സീസണിൽ യുണൈറ്റഡ് ടാർഗറ്റ് ചെയ്തത്. ബട്ട് ഈ പറഞ്ഞ പോലെ ഈ മാർക്കറ്റിൽ വന്ന എന്താ ഫൈനാൻഷ്യൽ ഓരോ പ്ലേയേഴ്സിനെ ഓരോരുത്തര് ചെലവാക്കുന്ന കാശ് കാണുമ്പോ, അതെ, എനിക്ക് സ്വരൂപ് പറഞ്ഞ പോയിന്റ് കുറച്ചും കൂടി വൈഡർ ആയിട്ട് ചോദിക്കാം. അതായത് നേരത്തെ പറഞ്ഞ പോലെ മാത്യൂസ് ഫെർണാണ്ടസ് 85 million എന്ന് പറയുമ്പോഴേക്കും ഇറ്റ് കൈൻഡ് ഓഫ് എന്താ, നമ്മുടെ ഒരു ട്രാൻസ്ഫർ പ്ലാൻ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് മൊത്തം കുളവും. അത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു നമുക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ എനിക്ക് മിരാജിന്റെ ഒപ്പീനിയൻ അറിയാനുള്ളത്, ഹൗ ഡു യു ജഡ്ജ് ഇനിയോസ്? ലൈക്ക് ഇപ്പൊ സ്പോർട്ടിംഗ് കൺട്രോൾ മൊത്തം ഇനിയോസിന്റെ കയ്യിലാണ്. ലാസ്റ്റ്, ഡു യു തിങ്ക് ഇറ്റ് ഹാസ് ഇംപ്രൂവ്ഡ് ഓർ ഡു യു ലൈക്ക് ദ വേ ദേ ആർ ഗോയിങ് ഓർ ബെറ്റർ ദാൻ ഗ്ലേസേഴ്സ്? ലൈക്ക് എങ്ങനെയാ കാണുന്നത്? ഞാൻ ചോദിക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. ഇപ്പൊ ലിവർപൂളിന്റെ ടേക്ക് ഓവറിൽ വരുമ്പോ the rumors are that ഇതേ സിസ്റ്റം ആയിരിക്കും, 33% will be with the Amit Bhatia's group and they will be handling the sporting affairs and FSG will sit behind and do the commercial and all that. So ഇതുവരെ ആ മോഡൽ എങ്ങനെയാണ് യുണൈറ്റഡിന് വർക്ക് ആയിട്ടുണ്ടോ? നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ ഇറ്റ് ലുക്സ് ലൈക്ക് ഇറ്റ്സ് വർക്കിംഗ്, ബട്ട് ഹൗ ഡു യു സീ? അത് ഡിപ്പെൻഡ്സ് ഓൺ എക്സ്പെക്ടേഷൻ ആണ്. ഇപ്പോൾ ഐ എം എ വെരി പേഷ്യന്റ് മാൻ. ഐ നോ 12-13 വർഷത്തെ ഇൻകോമ്പിറ്റൻസ്, അതും ഹൈ ലെവൽ, സാധാ ഇൻകോമ്പിറ്റൻസ് എന്നല്ല, ഹൈ ലെവൽ ഇൻകോമ്പിറ്റൻസ് ആണ്. അത് ഫിക്സ് ആവണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം. ഇറ്റ്സ് നോട്ട് ലൈക്ക് വൺ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ മാറുന്നില്ല, ടേക്സ് ടൈം. പക്ഷേ ഐ ഫീൽ ലൈക്ക് ഇനിയോസ് വന്ന സമയത്ത് ചെയ്ത ട്രാൻസ്ഫേഴ്സ് ഉണ്ടായിരുന്നു, അത് ഭയങ്കര മോശമായിരുന്നു. കാരണം ഐ തിങ്ക് ഇറ്റ് വാസ് ഉഗാർത്തെ, ആ സെർക്സി, അവർ, കാരണം ഐ ഡോണ്ട് നോ വാട്ട് ദേ വർ തിങ്കിങ്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് അവരൊരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഫാൻസിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് സൈനിങ്സ് നടത്താൻ പറ്റും, അതായത് ഇങ്ങനെ ബൊളോണിയെന്നും അതേപോലെ തന്നെ PSG എന്നൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും പ്ലേയേഴ്സിനെ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ പോലെ ട്രാൻസ്ഫർ പോലെ എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ എന്നാലും ഐ തിങ്ക് ഡിലിറ്റ് ആൻഡ് ഐ തിങ്ക് മസ്റാവി ഓൾസോ ദേ സൈൻ, കാരണം ഇറ്റ് വാസ് ഗുഡ്. ഐ വാസ് ഇംപ്രസ്ഡ് വിത്ത് ലാസ്റ്റ് സീസൺ. ചാമ്പ്യൻസ് ലീഗിൽ ഇല്ലാതെയും കുനിയേനെയും എംബൂമോനെയും സെസ്കോനെയും ആൻഡ് സൈൻ ചെയ്തപ്പോൾ ഐ വാസ് ഇംപ്രസ്ഡ്. പക്ഷേ ഐ വാസ് മോർ ഇംപ്രസ്ഡ് വിത്ത് ലാമൻ സൈൻ. ലാമൻസിനെ കൊണ്ടുവന്നാണ് ഇറ്റ് വാസ് ലൈക്ക് ഗെയിം ചേഞ്ചർ. ആൻഡ് എയ്ഡൻ ഹെവൻ, 1 million ആണ് എയ്ഡൻ ഹെവനെ കൊണ്ടുവരുന്നത്, ആൻഡ് ഹീ ലുക്സ് ലൈക്ക് 50 million. സത്യം പറഞ്ഞാൽ ഇന്നത്തെ മാർക്കറ്റിൽ ഹീസ് 60 million പ്ലെയർ എയ്ഡൻ ഹെവൻ, ഒരു സംശയമില്ല. മാത്യൂസ് ഫെർണാണ്ടസിന് 85 പോകാമെങ്കിൽ എയ്ഡൻ ഹെവനെ സുഖമായിട്ട് 60 പോകാം. 2 times റിലേറ്റഡ് ആണ് മാത്യൂസ് ഫെർണാണ്ടസ്. പക്ഷെ ഇനിയോസിൽ ഇപ്പോൾ ട്രസ്റ്റ് ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ നോ, ഐ ഡോ നോട്ട് ട്രസ്റ്റ് ഇനിയോസ്. കാരണം there are certain people, for example Jason Wilcox, he is our director of football. എനിക്ക് മൂപ്പര് അത്ര വലിയ വിശ്വാസമില്ല. കാരണം ഹീസ് എ സിറ്റി റീജക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. മൂപ്പര് അവിടെ നിന്ന് ഒഴിവാക്കിയത് തോന്നുന്നുണ്ട്. ഹി വെന്റ് ടു സൗത്താംപ്ടണിൽ പോയിട്ട് അങ്ങനെ വലിയ പ്രൂവ് ഒന്നും ആയിട്ടില്ല. അവിടുന്ന് ശരിയാണ്, ഇപ്പോൾ ചെറിയ യങ്സ്റ്റേഴ്സിനെ കൊണ്ടുവന്ന് ടീം ഫിക്സ് ചെയ്യാൻ നോക്കി, പക്ഷേ സൗത്താംപ്ടൺ അവിടെ എത്തിയില്ല. സൗത്താംപ്ടൺ ഇപ്പോഴും ചാമ്പ്യൻഷിപ്പിലാണ്. ദേ കെയിം ടു ദ പ്രീമിയർ ലീഗ്, ദേ ഡിഡ്ന്റ് സ്റ്റേ അപ്പ്. സണ്ടർലാൻഡ് സ്റ്റേ അപ്പ് ചെയ്തു ആഫ്റ്റർ ലോങ് ടൈം, പക്ഷേ സൗത്താംപ്ടൺ സ്റ്റേ അപ്പ് ചെയ്തില്ല. സോ ദേ വെന്റ് ബാക്ക്. അവിടെ നിന്നാണ് ജേസൺ വിൽക്കോക്സ് ഇങ്ങോട്ട് വരുന്നത്. സോ ഈസ് ദ റൈറ്റ് മാൻ ടു ലീഡ് എ ജയന്റ് ലൈക്ക് യുണൈറ്റഡ്? അതൊരു പ്രശ്നമുണ്ട്. പക്ഷെ ഐ ട്രസ്റ്റ് ക്രിസ്റ്റഫർ വിവൽ. ഹി ഈസ് എ പ്രൂവൺ ഫുട്ബോൾ നോളജ് പേഴ്സൺ. ഈ ക്രിസ്റ്റഫർ വിവൽ ഉള്ളതുകൊണ്ടാണ് ലാമൻസിനും അതേപോലെ തന്നെ സെസ്കോനൊക്കെ നമുക്ക് സൈൻ ചെയ്യാൻ പറ്റിയത്. സോ ആ ഒരു സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ഐ ട്രസ്റ്റ് വിവൽ ദാൻ വിൽകോക്സ്. സോ ചില പ്രശ്നങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഈ വിൽകോക്സിനെ പോലുള്ള ആൾക്കാരൊക്കെ മാറ്റി മേ ബി ലെറ്റ്സ് സേ ഐ വുഡ് ഹാവ് ലവ്ഡ് ദിസ് ഗൈ റാൽഫ് റാഗ്നിക് ആസ് എ ഡയറക്ടർ ഓഫ് ഫുട്ബോൾ. മൂപ്പർക്ക് വന്നിരുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ് വിൽ ബി മച്ച് ബെറ്റർ ഫോർ യുണൈറ്റഡ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, ഇങ്ങനത്തെ ചില ആൾക്കാർ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഫുള്ളായിട്ട് ട്രസ്റ്റ് ഇല്ലാത്തത് ഈ ന്യൂസിൽ. ദേ ആർ ട്രൈങ് ടു റൺ യുണൈറ്റഡ് ലൈക്ക് ബ്രൈറ്റൺ നൗ. ഞാൻ പറഞ്ഞ മനസ്സിലായി. ആൻഡ് ഇറ്റ് വിൽ നെവർ വർക്ക്. ഇപ്പോൾ ലിവർപൂളിലാണെങ്കിലും ഐ നോ ഇറ്റ്സ് എ ഡേറ്റ ഡ്രിവൺ സംഭവമൊക്കെ അടിപൊളിയാണ്, ഒക്കെ സമ്മതിക്കാം. പക്ഷേ ഡേറ്റ ഡ്രിവൺ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഫസ്റ്റ് പേര് എലിയറ്റ് ആൻഡേഴ്സൺ ആണെങ്കിൽ എ ക്ലബ് ലൈക്ക് യുണൈറ്റഡ് ഷുഡ് പുൾ ഓഫ് എലിയറ്റ് ആൻഡേഴ്സൺ.
യു ഷുഡ് നോട്ട് ഗോ ഫോർ ആൻഡ്രേ സാന്റോസ്. ഞാൻ പറഞ്ഞ പ്ലെയർ മോശമായിട്ടല്ല, പക്ഷെ പലരും പറയുന്നത് ഡേറ്റ വെച്ചിട്ടാണ് പ്ലെയറിനെ വാങ്ങുന്നത്. ഡേറ്റ വെച്ച് പറഞ്ഞ ആളാണ് സാൻസോണി, നമ്മുടെ മെഴ്സീഡീസ് ബെൻസിന്റെ ഫോർമുല 1 ഉണ്ടായിരുന്ന ആളായിരുന്നു. മൂപ്പറാണ് ഇപ്പോൾ യുണൈറ്റഡിന്റെ ഡേറ്റ ഒക്കെ അനലൈസ് ചെയ്യുന്നത്. മൂപ്പർ പറഞ്ഞ പേര് എലിയറ്റ് ആൻഡേഴ്സൺ ആണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഹി ടോൾഡ് മാത്യൂസ് ഫെർണാണ്ടസ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഡേറ്റ എങ്ങനെയാണ് വന്നെന്നുള്ളത്. അവർ രണ്ടുപേരും വാങ്ങാതെ, അതിനോ പ്രൈസസിന് ഇഷ്യൂ ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷെ അവർ രണ്ടുപേരും വാങ്ങാതെ യു ആർ ഗോയിങ് ഫോർ എന്താണ് ടൈലർ ആഡംസും സാൻഡർ ബെർജ് ഒക്കെ പോയി കഴിഞ്ഞാൽ ദാറ്റ്സ് നോട്ട് ദ ക്വാളിറ്റി ദാറ്റ് യുണൈറ്റഡ് നീഡ്. അപ്പം അവിടെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഫുള്ളായിട്ട് ഒരു ട്രസ്റ്റ് ഇല്ല. പക്ഷെ ഡു ഐ തിങ്ക് ദേ ആർ ഡൂയിങ് എ ഗുഡ് ജോബ്, ദേ ആർ ഡൂയിങ് എ ഡീസൻറ്റ് ജോബ്. അത് പറയാൻ കാരണം നമ്മുടെ ക്ലബ്ബ് ഇപ്പോൾ ഓൺ ചെയ്യുന്നത് ഗ്ലേസേഴ്സ് തന്നെയാണ്. ഗ്ലേസേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് ചെക്ക് വരുന്നത് ബേസിക്കലി. സോ ഗ്ലേസേഴ്സ് അവിടെ ഉള്ളിടത്തോളം കാലം ഇനിയോസിന് അവരുടെ പണി വെടുപ്പാട് ചെയ്യാൻ പറ്റില്ല. അത് 100% പ്രൂവൺ ആണ്. I'll tell you one thing. I know how exactly the club is run. So before the transfer window, ഇവർ ചെക്ക് എഴുതി വെക്കും ഗ്ലേസേഴ്സ് ഇത്ര മില്യൺ ആണ് ട്രാൻസ്ഫർ വിൻഡോ എന്നുള്ളത് പറഞ്ഞിട്ട്. നൗ ഇൻ ദാറ്റ് അവർ എഴുതിയിട്ട് ചിലപ്പോൾ 50 മില്യൺ ആയിരിക്കും. ഇപ്പോഴത്തെ മാർക്കറ്റിൽ 50 മില്യൺ ആരും കിട്ടാൻ പോകുന്നില്ല. സോ വെൻ ഇനിയോസ് ഓർ ജേസൺ വിൽക്കോക്സ് ആരെങ്കിലും പോയാൽ ഇഫ് ദേ ആസ്ക് ഓക്കെ 50 മില്യൺ പോരാ നമുക്ക് 70 വേണമെന്ന് പറഞ്ഞാൽ ദേ ആർ നോട്ട് റെഡി. നിങ്ങൾ 50 മില്യൺ പ്ലെയറെ മേടിച്ചാൽ മതി. ഇതാണ് ഗ്ലേസേഴ്സ് പറയുന്നത്. സോ ദിസ് ഇസ് എ ഹ്യൂജ് ഇഷ്യൂ. നൗ FSG ഇതുപോലെ റൺ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്നെക്കാളും ബെറ്റർ ആയിട്ട് നിങ്ങൾക്കാവും പറയാൻ പറ്റുക. കാരണം ഐ ഡോണ്ട് നോ ഹൗ FSG ഈസ്. ഐ ഫീൽ ലൈക്ക് FSG ഈസ് അറ്റ്ലീസ്റ്റ് ബെറ്റർ ദാൻ ഗ്ലേസേഴ്സ്. കാരണം അവർ പൈസ ലൂട്ട് ചെയ്യുന്നില്ല. ലിവർപൂൾ ഫാൻസിന്റെ ഉള്ളിലെ FSGനെ കുറിച്ച് 2-3 അഭിപ്രായമുണ്ട്. പക്ഷെ even the worst critics would not put Glazers and FSG on the same. ഞാൻ എന്റെ സ്വന്തം യങ് ബ്രദർ ഇസ് എ ലിവർപൂൾ ഫാൻ. ഐ ആസ്ക് ഹിം, ഡു യു വാണ്ട് Glazers or FSG? He is a FSG. ഗ്ലേസേഴ്സിനൊന്നും ആരും മൈൻഡ് ചെയ്യാൻ പോലും ഇല്ല. സോ അത്രയും മോശം സിറ്റുവേഷൻ ആണ്. സോ അഗൈൻ കം ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ, ഇനിയോസിലെ ഫുൾ ട്രസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുൾ ട്രസ്റ്റ് ഇപ്പോഴും ഇല്ല. കാരണം ദേ ആർ യെറ്റ് ടു പ്രൂവ്. പക്ഷെ ദേ ആർ ട്രൈങ് ടു ഡു തിങ്സ്. കഴിഞ്ഞ സീസണിൽ ഐ വാസ് ഇംപ്രസ്ഡ് കാരണം ദ സൈനിങ്സ് ചെയ്ത കാരണമാണ്. പക്ഷെ അതേ ഇംപ്രഷൻ ഈ സീസണിൽ വരുമ്പോൾ എനിക്കില്ല. കാരണം ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടും നിങ്ങൾ എന്തുകൊണ്ട് ബെറ്റർ സൈനിങ്സ് വരുത്തുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. അതിന്റെ ബാക്കിലുള്ള സ്റ്റോറി പലതും ഉണ്ടാവാം. നേരത്തെ പറഞ്ഞ ഒരു തിയറി ഉണ്ടായിരുന്നു, ലാൻഡ് അക്വിസിഷൻ. അതായിരിക്കാം. ദാറ്റ്സ് മൈ പോയിന്റ് ഓഫ് വ്യൂ. അതാണെങ്കിൽ ഇറ്റ്സ് എ ബിഗ് പ്രോബ്ലം ഫ്രം പ്ലേസേഴ്സ്. കാരണം ദേ ഹാവ് ടു ഇൻവെസ്റ്റ്. ഐ അഗ്രി. കാരണം വേറൊരു ഇഷ്യൂ നമ്മൾ ഒരുപാട് ഇവരെ ഓവർ റേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാ ക്ലബിന്റെ ടീമിനെയും. കാരണം ഇനിയോസിന്റെ ഒരു ഈഥോസിൽ ഒരു ബ്രിട്ടീഷ് സെൻട്രിക് പരിപാടി ഉണ്ട്. അത് നമ്മുടെ റാഡ്ക്ലിഫിന്റെ ഇന്റർവ്യൂസിലും അവിടെയുണ്ട്. ബട്ട് വെൻ യു റണ്ണിങ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, യു നീഡ് ടു ഹാവ് പീപ്പിൾ ഇൻ എവറി ക്ലബ്, എന്താ പറയാ, അക്രോസ് യൂറോപ്പ്. ആ ഒരു നെറ്റ്വർക്ക് അത് സിറ്റിക്കുണ്ട്. PSG ഇപ്പൊ ക്യാമ്പോസ് വന്ന ശേഷം, പണ്ട് ഇല്ലായിരുന്നു. PSG ട്രാൻസ്ഫർ വാസ് ഷാംബിൾസ്. ഇപ്പൊ ഉണ്ട്. മെഡ്രിഡ് ഒബ്വിയസ്ലി. ലിവർപൂൾ ബിൽറ്റ് ഇറ്റ് ഓവർ ഇയേഴ്സ്. Like you can see the way ബാർക്കോള ഡീൽ ചെയ്യുന്നത് കണ്ടാൽ അറിയാം. വെരി സ്ലോ, വെരി ഒരു മെച്ചോർ വേ ഓഫ് ഹാൻഡിലിംഗ്. ഈവൻ ഗെറ്റിംഗ് വേർഡ്സ് ഫ്രം നമ്മുടെ ലെവർക്യൂസൻ. ഇറ്റ് വാസ് വി ഹാഡ് ടു ബീറ്റ് ബയേൺ. അപ്പോ ആ നോ ഹൗ ഉള്ള പ്ലേ ഒരു ഇപ്പം ഒരു സ്പോർട്ടിംഗ് ഡയറക്ടറോ അല്ലെങ്കിൽ ഒരു ടീം അവിടെ, ഐ നോ വിവൽ ഇസ് എ ജർമൻ ഗായ്, ഈസ് വെൽ കണക്റ്റഡ്, ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഹി ഹാസ് ദ authority to approve അല്ലെങ്കിൽ എന്താ പറയാ ഒരു എക്സിക്യൂട്ട് ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ടാവില്ല. he can recruit, he can give you the list. പക്ഷെ ആ നോ ഹൗ ഇല്ലാതെ, സർപ്രൈസിംഗ്ലി യു ക്യാൻ സീ ആർസണലിനും അതില്ല. ലൈക്ക് ആർസണൽ ഫാൻസ് നിങ്ങൾ എഗ്രി ചെയ്യുന്ന അറിയില്ല, ബട്ട് ഈ വിനി ഡീലും ആർസണൽ ഇസ് യെറ്റ് ടു സൈൻ എ ടോപ്പ് ഡോളർ പ്ലെയർ ഫ്രം ഔട്ട്സൈഡ് ദ പ്രീമിയർ ലീഗ് ഓർ ഒരു ഇപ്പൊ they won the league, they have spent almost 1.4 billion in the last 5-6 years. പക്ഷെ ഇപ്പം ആർസണൽ ഈ ബെർട്ട വന്ന ശേഷം യു ക്യാൻ സീ ദാറ്റ് ഷിഫ്റ്റ് ലൈക്ക് അത്ലറ്റിക്കോ മാഡ്രിഡിൽ ഉണ്ടായിരുന്ന. സോ ഐ തിങ്ക് യുണൈറ്റഡ് ഇസ് മിസ്സിംഗ് ദാറ്റ് കൈൻഡ് ഓഫ് വാട്ട് യു കോൾ ഒരു റിംഗ് മാസ്റ്റർ അല്ലെ, someone who can get you that deals across the line. ഇല്ല, അഗൈൻ അത് പ്രശ്നമുണ്ട്. ഇപ്പോൾ നമ്മുടെ വേറൊരാളെ പറയാൻ വിട്ടുപോയത് റാഡ്ക്ലിഫ് തന്നെയാണ്. ഇപ്പോൾ റാഡ്ക്ലിഫിന്റെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹീസ് എ ബിസിനസ് മാൻ. മൂപ്പര് എവിടെയൊക്കെ മാക്സിമം പൈസ സേവ് ചെയ്യാൻ പറ്റും അവിടെയൊക്കെ സേവ് ചെയ്യാൻ നോക്കും. അത് ഡസൻ മാറ്റർ ഫുട്ബോൾ ആണെങ്കിലും അല്ലെങ്കിൽ കെമിക്കൽ ഇൻഡസ്ട്രി ആണെങ്കിലും ഇപ്പോൾ ഇനിയോസ് ആണെങ്കിലും. ഇറ്റ്സ് വെരി സിമിലർ ടു നീസ്. നമ്മുടെ ഫ്രഞ്ച് ഫുട്ബോളിൽ നീസ് ആണ് റൺ ചെയ്യുന്നത്, അതുപോലെയാണ് റാഡ്ക്ലിഫ് റൺ ചെയ്യാൻ നോക്കുന്നത്. ആൻഡ് ഇറ്റ് വിൽ നോട്ട് വർക്ക് ഔട്ട്.
ഓഫ് കോഴ്സ് നമുക്കിപ്പോൾ നീസിൽ സൈൻ ചെയ്യുന്ന പോലെ പ്ലേസിന് ഇവിടെ സൈൻ ചെയ്യാൻ പറ്റില്ല, അവിടുത്തെ കോച്ചുമാരെ പോലെ ഇവിടെ ആക്കാൻ പറ്റില്ല. ഇറ്റ്സ് ഹോൾ ഡിഫറൻറ്റ് സിനാരിയോ. യുണൈറ്റഡും നീസും വേറെയാണ്. പക്ഷേ ഇഫ് യു ലുക്ക് അറ്റ് യുണൈറ്റഡിന് വേണ്ടത് ആൻഡേഴ്സൺ, ചൗമിനി പോലത്തെ സൈനിങ്സ് ആണ്. പക്ഷേ ഹീസ് ട്രൈങ് ടു ബ്രിങ് ദാറ്റ്. മൂപ്പർ പറഞ്ഞ സംഭവമുണ്ട്, നമുക്ക് എംബാപ്പനെ സൈൻ ചെയ്യാൻ പറ്റില്ല, നമ്മൾ അടുത്ത എംബാപ്പനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. ആ എംബാപ്പനെ കണ്ടുപിടിച്ച് വളർത്തി കൊണ്ടുവരണമെങ്കിൽ ഇവിടെ ഒരു റൂണിയും റൊണാൾഡോയും ടെവസും വിഡിച്ചും ഫെർണാണ്ടൊക്കെ വേണം ടീമിൽ. ഗെറ്റ് മൈ പോയിന്റ്. അപ്പോഴാണ് ഡെവലപ്പ് ആക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു യങ്സ്റ്ററിനെ കൊണ്ടുവന്നാൽ. സോ അത് നടക്കുന്നില്ല. ഇവർ ഫുൾ നോക്കുന്നത് ഒരു ചെൽസി മോഡൽ പോലെയൊക്കെയാണ്. ലൈക്ക് ഫുള്ള് യങ്സ്റ്റേഴ്സിനെ വാങ്ങുക, ഒന്നോ രണ്ടോ ഒരു കണ്ണിൽ പൊടിയിടുന്ന പോലെ ഒരു ടിലമെൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സൈനിങ്ങോ. സോ ഐ എം വറീഡ്. ഞാൻ ഇപ്പോഴത്തെ ഈ ഒരു സമ്മറിൽ ട്രാൻസ്ഫറിൻ്റെ എടുത്തു കഴിഞ്ഞാൽ ഐ എം വറീഡ്. കാരണം ദ റീസൺ ഐ എം ഗെറ്റിംഗ് വറീഡ് ഇസ് ബിക്കോസ് ഓഫ് ദ ന്യൂ സ്റ്റേഡിയം. ഈ പുതിയ സ്റ്റേഡിയം വരുമ്പോൾ നമ്മൾ പണ്ടും കണ്ടിട്ടുണ്ട്, ആഴ്സണൽ, സ്പേഴ്സ് ഒക്കെ പുതിയ സ്റ്റേഡിയം പണിത് കഴിഞ്ഞാൽ പിന്നെ ആ സ്റ്റേഡിയത്തിൻ്റെ ഒരു വാല്യൂ മീറ്റ് ചെയ്യുന്ന വരെ ആ ഒരു റേഞ്ചിലായിരിക്കും സൈനിങ്സും, ആ ഒരു റേഞ്ചിലായിരിക്കും ഒരു ഫിനിഷൊക്കെ ഒക്കെ നടക്കാൻ പോണത്. സോ ദാറ്റ്സ് വൈ ഐ എം വറീഡ്. പക്ഷേ ഇഫ് ആർ ഇനിയോസ് ട്രൈങ് ടു ഡു തിങ്സ് ബെറ്റർ, ഓഫ് കോഴ്സ് യെസ്. ഇപ്പോൾ നമ്മൾ ട്രാൻസ്ഫറിൻ്റെ എടുത്താലും ഇപ്പോൾ ലിവർപൂൾ ഫാൻസൊക്കെ മനസ്സിലാവുന്നുണ്ടാവും, പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മണിക്കൂറിൽ ലീക്കായിരിക്കും യുണൈറ്റഡിൻ്റെ ഉള്ളിൽ നിന്ന് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ഒരൊറ്റ കുഞ്ഞിനെ അറിയില്ല എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് വേറെ ചോദ്യം, പക്ഷേ ഒരാൾക്കും അറിയില്ല എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ ടിലമെൻസ് സൈനിങ് ആണെങ്കിലും സാന്റോസ് ആണെങ്കിലും ഇൻക്ലൂഡിങ് ഡേവിഡ് ഓൺസ്റ്റൈൻ പോലും എനിക്ക് തോന്നില്ല അറിഞ്ഞിട്ടുണ്ടെന്നുള്ളത്. സോ ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്. അറ്റ്ലീസ്റ്റ് ഒരു ഇപ്പോൾ അവർ ഇന്നത്തെ റിപ്പോർട്ട് വന്നത് ഇനിയോസിൻ്റെ ഡയറക്റ്റ് സ്പോക്ക് പേഴ്സൺ എന്തോ എനിക്ക് വന്നത് ഹി ടോൾഡ് സംബഡി, സം റിപ്പോർട്ടർ സംബഡി ജഡ്ജസ് after the end of the transfer window എന്നാണ് പറഞ്ഞിട്ടുള്ളത്. So I'm hoping some signings will happen then. So signings will happen എന്നുള്ളത് നമ്മളെ ബേസിക്കലി ആസ് എ ഫാൻ, ഫുട്ബോൾ ഫാൻ എല്ലാവർക്കും എല്ലാ സമയത്തുള്ളതാണ്. നമുക്ക് we need more signings. പക്ഷെ ഈ മോർ സൈനിങ്സിന്റെ കൂടെ 25 ആളെ മാത്രമേ കളിപ്പിക്കാൻ പറ്റൂ, രജിസ്റ്റർ ചെയ്യാൻ പറ്റൂ. അപ്പൊ you will need more sales as well. സെയിൽസിൽ the very first name is Rashford. Of course. വേറൊന്നും കൊണ്ടല്ല, ആ വേജ് വെച്ചിട്ട് you don't expect a backup to have 350k per week. 35 per week ആണെങ്കിൽ റാഷ്ഫോർഡ് യൂസ് ചെയ്യുന്നത് പറഞ്ഞേനെ, ഒരു പ്രശ്നമില്ലാണ്ട് പറഞ്ഞു നീ അവിടെ നിന്നോ, ഒരു വർഷത്തിൽ 10 കളി കളിച്ചാൽ മതി എന്നുള്ളത്. But you don't have, സെസ്കോ ആയിരിക്കും എന്തായാലും your number 9 as of now. You will have Bruno, Cunha and Mbeumo behind them. Mostly. ഇത് കഴിഞ്ഞിട്ടേ റാഷ്ഫോർഡ് വരുന്നുള്ളൂ. അങ്ങനെയുള്ള ഒരു പ്ലെയറിന് ഈ ഒരു വേജ് വെച്ചിട്ട് ഇനിയോസ് ഇപ്പൊ നിർത്തുന്നത് എനിക്ക് തോന്നുന്നില്ല. പണ്ടാണെങ്കിൽ ചിലപ്പോൾ ചെയ്തേനെ. You had that kind of liberty ഉണ്ടായിരുന്നു. So right now you don't have. But what do you think will happen to Rashford? ആരെങ്കിലും വാങ്ങുമോ? Because he is looking like, എനിക്ക് ബയേൺ വേണം, ബാർസ വേണം, റയൽ മാഡ്രിഡ് വേണം. At least this is what I felt from the reports. അവർക്ക് ഇവരെ വേണ്ട, ഇവരെ വേണ്ടവരെ ഇവര് പറഞ്ഞ് എനിക്ക് വേണ്ട. അവനൊരു നല്ല കരിയർ വേണമെങ്കിൽ അറോഹോ ചെയ്ത പോലെ വല്ല ഏജ് കട്ടൊക്കെ ചെയ്ത് എവിടെയെങ്കിലും പോയിട്ട് രക്ഷപ്പെടാൻ നോക്കണം. അല്ലാതെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ I think he is waiting for Barca. In my humble opinion, I think he is waiting for Barca. ഇത് അല്ല, അവൻ കാരണം പറഞ്ഞ വേജ് കട്ടിന്റെ സംഭവം പറഞ്ഞപ്പോ he is ready to take wage cut to move to Barca. And I think he took a wage cut to move to Barca. Last time അവര് വേജ് കട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. സോ അവനോട് ചോദിച്ചപ്പോൾ അവനത് പറഞ്ഞ സീസൺ കഴിഞ്ഞ മുമ്പേ എന്താണ് ഫ്യൂച്ചർ പ്ലാൻ ചോദിച്ചു ബാഴ്സലുള്ള സമയത്ത്. സോ ആ മൂപ്പര് പറഞ്ഞു ഞാൻ ഒരു മജീഷ്യനാണ്, ഞാൻ അവിടെ നിൽക്കുന്ന പറഞ്ഞ റാഷ്ഫോർഡ്. സോ എനിക്ക് തോന്നുന്നത് മോർ ദാൻ യുണൈറ്റഡ് റാഷ്ഫോർഡിന് നിൽക്കണ്ട യുണൈറ്റഡിൽ ബേസിക്കലി. സോ അങ്ങനത്തെ ഒരു പ്ലെയർ നിർത്തും തോന്നുന്നില്ല ഇപ്പൊ. ഇനി നിൽക്കാൻ പറ്റുമോ? With the comments that he had about United. See, the thing is like ഇപ്പോൾ നമ്മള് പണ്ടും ഈ ഒരു പാഠം കണ്ടിട്ടുണ്ട്. ഗ്രാനിറ്റ് ചാക്ക ആഴ്സണലിൽ ഇതിനെക്കാട്ടും പ്രശ്നമായിട്ടാണ് ഗ്രാനിറ്റ് ചാക്ക ആംബാൻഡ് എടുത്ത് വലിച്ചെറിഞ്ഞിട്ടുണ്ട് ഗ്രൗണ്ടിൽ. റാഷ്ഫോർഡ് എങ്ങനെ ആംബാൻഡ് എടുത്തിട്ട് ഗ്രൗണ്ടിൽ വലിച്ചെറിഞ്ഞിരുന്നെങ്കിൽ റാഷ്ഫോർഡിന് ജീവനോടെ ഉണ്ടാവില്ല ഓൾഡ് ട്രാഫോർഡിൽ. അതൊരു സംശയം വേണ്ട. എമിറേറ്റ്സ് പോലെയല്ല ഓൾഡ് ട്രാഫോർഡ്. സംഭവം ഗ്രൗണ്ടൊക്കെയാണ്, പക്ഷെ ഫാൻസ് ഇളകി വന്ന് അവന്റെ തീരുമാനമാക്കിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങൾ റാഷ്ഫോർഡ് ചെയ്തിട്ടില്ല. പക്ഷെ ആസ് എ പ്ലെയർ ഐ ഡോണ്ട് റേറ്റ് ഹിം. ഹി ഹാസ് ദ ഈഗോ ഓഫ് റൊണാൾഡോ ആൻഡ് പെർഫോമൻസ് ഓഫ് ഷോൺ ലോങ്സ്റ്റാഫ് ചില സമയത്ത്. സോ എനിക്ക് തോന്നുന്നത് മിക്കവാറും സെല്ല് ചെയ്യും. ഞാനിപ്പോൾ കഴിഞ്ഞ എൻ്റെ ഒരു മണിക്കൂർ മുമ്പ് ചെയ്ത വീഡിയോയിൽ ഞാൻ എൻ്റെ സ്ക്വാഡ് ഡെപ്ത് കാണിച്ചിരുന്നു. അപ്പോൾ അതിൽ റാഷ്ഫോർഡ് ഞാൻ അടിച്ചിട്ടില്ല.
അപ്പോൾ യുണൈറ്റഡ് ഫാൻസ് വെച്ച് ബ്രോ റാഷ്ഫോർഡോട്, ഞാൻ പറഞ്ഞു റാഷ്ഫോർഡിനെ ആഡ് ചെയ്യണ്ട, കാരണം ഐ ഗെറ്റ് എ ഫീലിംഗ് റാഷ്ഫോർഡ് വിൽ ബി സോൾഡ്. ഇത് ഞാൻ പറയാൻ കാരണം ഇത് പലപ്പോഴും യുണൈറ്റഡ് ചെയ്യുന്നൊരു പരിപാടിയാണ്. ടെൻ ഹാഗിന്റെ അണ്ടറിൽ സാൻജോനെ ഇങ്ങനെ കൊണ്ടുവന്നു, 3 സീസൺ ഒക്കെയാണ്, ഹെയർ കട്ടൊക്കെ ഉണ്ടായിരുന്നു, നല്ല അടിപൊളി മുടിയൊക്കെ വെട്ടിയിട്ട് സാൻജോ വന്നു. എൻഡ് ഓഫ് ദ ഡേ മൂപ്പരെ ആസ്റ്റൺ വില്ലയ്ക്ക് തട്ടി, ചെൽസിക്ക് ആസ്റ്റൺ വില്ലയ്ക്ക് തട്ടി. അപ്പോൾ അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു മിക്കവാറും മേ ബി ഒരു ന്യൂ കാസിലോ മേ ബി ഒരു ആഴ്സണലോ മേ ബി സംബഡി ലൈക്ക് വിൽ കം ഫോർ റാഷ്ഫോർഡ്. അത് മാത്രമല്ല, ഇപ്പോൾ ബാഴ്സയുടെ റിക്രൂട്ട്മെന്റ് എടുത്താലും ബാഴ്സയ്ക്ക് ഒരു പ്രോപ്പർ സ്ട്രൈക്കർ ഇതൊരു സൈൻ ചെയ്തിട്ടില്ല. അതാ. അപ്പോൾ മേ ബി ഇതിൽ കുറെ ഒരു ഡോമിനോ എഫക്ട് വരാനുണ്ട് റാഷ്ഫോർഡിന്റെ കേസിൽ. ഇതുവരെ അങ്ങോട്ട് ഒന്നും സെറ്റ് ആയിട്ടില്ല, പല ടീമിനും സെറ്റ് ആയിട്ടില്ല. അപ്പൊ അങ്ങനത്തെ എടുക്കുമ്പോൾ ചാൻസ് റാഷ്ഫോർഡ് പോകാൻ ചാൻസ് ഉണ്ട്. മേ ബി ഇറ്റ് ക്യാൻ ബി ടു ആസ്റ്റൺ വില്ല, പറയാൻ പറ്റില്ല. അല്ല, ആഴ്സണൽ ഫാൻസ് കേട്ട് കഴിഞ്ഞാൽ മോശം ഒരു ചീത്ത വിളിക്കും. എന്നാലും ഞാൻ പറയാണ്, അവര് വിനീഷ്യസ് ജൂനിയറിന് പകരം റാഷ്ഫോർഡിനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഹാപ്പി ആവില്ലേ? ആ പൊസിഷനിലല്ലേ, ആ പൊസിഷനിലാണ് ആളെ വേണ്ട അവർക്ക്. അല്ല, ഇപ്പോ ആഴ്സണൽ റാഷ്ഫോർഡ് വർക്കൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ അഭിപ്രായം ഉള്ള കാര്യം പറയാൻ വർക്കാവില്ല. ആർട്ടറ്റയ്ക്ക് പറ്റിയൊരു പ്ലെയറേ അല്ല റാഷ്ഫോർഡ്. റാഷ്ഫോർഡിന് പൊസിഷൻ ബോൾ കളിക്കാണെങ്കിൽ റാഷ്ഫോർഡിന് പറ്റില്ല. ഇപ്പൊ ഇവിടെ നിന്നാലും ഈ പറഞ്ഞ പോലെ തന്നെ ഓബിൻ ചോദിച്ച പോലെ ഇനിയിപ്പോൾ സെല്ലായിട്ടില്ലെങ്കിൽ റാഷ്ഫോർഡ് വിൽ സ്റ്റാർട്ട് ഗെയിംസ്, ഒരു സംശയം വേണ്ട. കാരണം ഇംഗ്ലീഷ് മീഡിയ വിൽ പ്രഷർ ക്യാരി ടു സ്റ്റാർട്ട് റാഷ്ഫോർഡ്, ഒരു സംശയം വേണ്ട. മെഗ്വയർ, ലൂക്ക് ഷോ, റാഷ്ഫോർഡ് എന്തായാലും സ്റ്റാർട്ട് ചെയ്തിരിക്കും. ഈ അൺവാണ്ടഡ് ഡിസ്ട്രാക്ഷൻ ആണ് ഈ ഗർനാച്ചോ, റാഷ്ഫോർഡ്. അത് ഒരു കാര്യമില്ല, ഒരു മാനേജറിന് ഒരു കാര്യമില്ലാണ്ട് പ്രഷറിലാക്കുന്ന പരിപാടിയാണ് മീഡിയ. പിന്നെ 350K കൊടുത്തോണ്ട് ഒരാളും ബെഞ്ചിലെത്താൻ പോകുന്നില്ല റാഷ്ഫോർഡിനെ, എസ്പെഷ്യലി അപ്പൂപ്പൻ എന്തായാലും കളിപ്പിക്കാൻ പറയും, ഒരു സംശയം വേണ്ട. പ്ലസ് ഹി വിൽ ഗിവ് an interview to overlap or something. അവിടെ നിന്ന് പുള്ളി മറ്റേ PR ഇതൊക്കെ ഇപ്പൊ വരും. റാഷ്ഫോർഡ് എങ്ങാനും ഫസ്റ്റ് ഗെയിം കളിച്ച ഇപ്പൊ വരും ഗാരിനെവൽ ഒരു ഇന്റർവ്യൂ വരും. ഐ തിങ്ക് റാഷ്ഫോർഡിന് പൈസയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഓൺലി പ്ലേസ് ടു ഗോ ഇസ് ഈദർ ടർക്കി ഓർ സൗദി. അതാണ്. അല്ല, ടർക്കിന് ഓഫർ ഉണ്ടായിരുന്നു അവന്, പോയില്ല. അല്ല, ഞാൻ ഈ റാഷ്ഫോർഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡിന്റെ മറ്റേ യങ്സ്റ്റേഴ്സിന് ഇങ്ങനെ എന്താ വേജ് കൂട്ടി കൊടുത്ത് അങ്ങനെയുള്ള ലാസ്റ്റ് കണ്ണിയല്ലേ. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴുള്ള ഒരാളെ അങ്ങനെ നശിപ്പിച്ചിട്ടില്ല. അല്ല, റീസെന്റ് യങ്സ്റ്റേഴ്സ് അക്കാദമിയിൽ നിന്ന് വളർന്നു വരുന്നവര് അത് ഇങ്ങനെ പറയുമ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡ് ഓവർ ദി ഇയേഴ്സ് ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് അവരുടെ ആ മീൻസ് സ്ട്രാറ്റജി. നല്ല ചേഞ്ച് ആണ് വരുത്തിയിട്ടുണ്ട്. ഐ തിങ്ക് വി ആർ 6th or 7th in wage structure in Premier League now. പിന്നെ വേറൊന്നും യുണൈറ്റഡിന് പുതിയ മാനേജേഴ്സിനാണെങ്കിലും ഇനിയോസിനാണെങ്കിലും കറക്റ്റിംഗ് ദ പാസ്റ്റ് മിസ്റ്റേക്സ് ഇറ്റ് സെൽഫ് ടുക്ക് എ ലോട്ട് ഓഫ് ടൈം. കാരണം ഈ പ്ലേയേഴ്സിന് ഓവർ വേജസും ഏജന്റ്സും ഈ സൈനിങ്സും എല്ലാം അതിപ്പോ റാഷ്ഫോർഡാണ് ശരിക്കും ലാസ്റ്റ് in terms of the past mistakes that they've made. I think ഇനിയിപ്പം അങ്ങനെ ഒരു കോൺട്രാക്ട് ഒന്നും ആർക്കും കൊടുക്കാൻ ചാൻസ് ഇല്ല. കോൺട്രാക്ട് വെച്ച് റാഷ്ഫോർഡ് ആയിരിക്കും, പക്ഷേ ഏജന്റ് കളിച്ച് ശരിക്കും എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് ആഫ്റ്റർ ഐ തിങ്ക് സാൻചോ ആയിരിക്കും ലാസ്റ്റ് കളിച്ച് സൈനിങ്സ്. സാൻചോ ശരിക്കും ഇപ്പൊ ഖത്തറിലല്ലേ, ഖത്തറിൽ പോയി. പിന്നെ ആർക്കും വേണ്ട, കാരണം ആറ്റിറ്റ്യൂഡ് ഇഷ്യൂസ് ഉണ്ട്. രാത്രി PSV കളിച്ചിട്ട് ട്രെയിനിങ്ങിന് വരില്ല, ആ ടൈപ്പ് ആയിരുന്നു. അല്ല, അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ക്രിസ് പറഞ്ഞ പോലെ നമ്മൾ കുറെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇറ്റ്സ് 12-13 years ഓഫ് ഇൻകോമ്പിറ്റൻസ്. അത് മാറാൻ സാധ്യത, ഇറ്റ്സ് നോട്ട് ഈസി. പക്ഷെ അഗൈൻ ഐ വുഡ് ഹാവ് വിഷ്ഡ് ഫോർ എ ബെറ്റർ ഓണർഷിപ്പ്. കാരണം കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് ചെയ്തിരുന്നു. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഡെപ്റ്റ് ആണ്. ആ ഡെപ്റ്റ് മാറിക്കഴിഞ്ഞാൽ കുറെ പ്രശ്നം നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റും. ഡെപ്റ്റ് വരെ ക്ലിയർ ആയിട്ടില്ല. സോ മേ ബി സംബഡി ലൈക്ക് മിഡിൽ ഈസ്റ്റ് ഓണർഷിപ്പ് ഒക്കെ വന്നിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ലോട്ട് ഫാസ്റ്റർ. ഇപ്പോ 4-5 വർഷം എടുക്കുന്നത് ചിലപ്പോൾ 2-3 വർഷം കൊണ്ട് ആയേനെ. അതർ ദാൻ റാഷ്ഫോർഡ്, യു ലുക്ക് എനി സെയിൽസ് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ ഇനി ആരെങ്കിലും? ഐ തിങ്ക് സെർക്സി മിക്കവാറും പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഹാരി അമാസ് മിക്കവാറും അക്കാഡമിയാണ് സെൽ ചെയ്യും. കോലിയർ ഓൾസോ കോലിയർ ഐ തിങ്ക് ഹീസ് ഗോയിങ് ടു ഹൾ സിറ്റി ഓർ സംതിങ് ബിക്കോസ് ഹി യൂസ്ഡ് ടു പ്ലേ ഇൻ ഹൾ സിറ്റി. സോ ഐ തിങ്ക് സോ കുറെ അക്കാഡമി
ന്യൂ കാസലിന്റെ ലെഫ്റ്റ് ബാക്ക് ഇല്ലേ ഹോള്, അയാളുടെ ഒരു ലൂയിസ് ഹോൾ. റൂമർ ഉണ്ടായിരുന്നല്ലോ. ലൂയിസ് ഹോളിന്റെ എനിക്ക് സത്യം പറഞ്ഞ എഗെയിൻ ഞാൻ പറയാണ്, വി ഹാവ് നോ ഐഡിയ വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ. സോ ഇറ്റ്സ് ലൈക്ക് എ മിസ്റ്ററി. ഇപ്പോൾ യുണൈറ്റഡിന്റെ ട്രാൻസ്ഫറിന്റെ എടുത്തു കഴിഞ്ഞാൽ സത്യം പറഞ്ഞെങ്കിൽ കോണ്ടന്റ് ഉണ്ടാക്കാൻ വരെ ഇപ്പോൾ ഒന്നുമില്ല ഉള്ള കാര്യം പറയാം. കാരണം എന്തെങ്കിലും വേണ്ടേ, ഒരു ന്യൂസും പുറത്തു വരുന്നില്ല, ഒരു ലിങ്കും. ആകെ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ യുണൈറ്റഡിനെ ചുറ്റിപ്പറ്റി, ഇപ്പൊ യുണൈറ്റഡ് ഒരു ഗ്രഹമാണ്, ഈ ഗ്രഹത്തിനെ ചുറ്റിപ്പറ്റി കുറെ ജേർണലിസ്റ്റുമാരുണ്ടായിരുന്നു, ഇവർക്ക് ആർക്കും ഒന്നും കിട്ടുന്നില്ല. അപ്പൊ ഇവരുടെ ഒപ്പീനിയൻസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യണം. അതായത് ഇപ്പോൾ സാമുവൽ എക്കസ്റ്റ് വന്നിട്ട് പറയും ലൂയിസ് ഹോളിനെ വാങ്ങിയേക്കാം, ഇതിപ്പോ എനിക്കും പറയാൻ പറ്റും ലൂയിസ് ഹോളിനെ വാങ്ങിയേക്കാം, ഇതാണ് റിപ്പോർട്ട്. പക്ഷെ കൺവിൻസിംഗ് ആയിട്ട് ഇപ്പൊ ഒരു ഡേവിഡ് ഓൺസ്റ്റിനോ അല്ലെങ്കിൽ ഫെബ്രിസിയോ വന്നിട്ട് പറയുന്നില്ല ഓക്കെ വി ആർ ഇൻ ടോക്സ് വിത്ത് മാനുക്കോനെ, അങ്ങനെ പറയുന്നില്ല. ഇപ്പൊ സത്യം പറഞ്ഞ മാർഗോൾ ബ്രിഡ്ജ് ഇല്ലേ മറ്റേ യുണൈറ്റഡ് സ്റ്റാൻഡ്, അറിയോ എനിക്കറിയില്ല. സോ ഹി ഹാസ് ഗോട്ട് മോർ ന്യൂസ് കറക്റ്റ് ആക്യുറേറ്റ് ദാൻ ഓൾ ദി അതർ ജേർണലിസ്റ്റ്. അപ്പൊ ഇന്ന് മൂപ്പര് ഒരു റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട് മാനു കോൻ യുണൈറ്റഡ് ഹാവ് എൻ ഐ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ മേ ദർസ് എ ചാൻസ് ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ലൂയിസ് ഹോളിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ലൂയിസ് ഹോളിനായിട്ടുള്ള പ്രശ്നം ഇറ്റ്സ് ദ ഫിഗർ. അവർക്ക് വേണ്ടത് എനിക്ക് തോന്നുന്നു ഇറ്റ്സ് മോർ ദൻ 70 million ന്യൂ കാസലിന്, ആൻഡ് ദേ ആർ നോട്ട് റെഡി ടു സെൽ. ഇപ്പൊ ഓഗസ്റ്റ് പകുതിയായി, ഇനി എന്തായാലും അത് കൂടാനേ പോകുന്നുള്ളൂ. ഞാനിപ്പോ ഞാൻ ലൈവ് ചെയ്യുമ്പോൾ നമ്മുടെ മെമ്പർ ആരോ വന്നിട്ട് കമന്റ് ചെയ്തിരുന്നു, അതായത് ദേ ആർ ലുക്കിംഗ് അറ്റ് ബെൻഫിക്കാസ് ലെഫ്റ്റ് ബാക്ക് ആരോ വാങ്ങാനായിട്ട് ന്യൂ കാസിൽ. സോ അങ്ങനെ ആണെങ്കിൽ ദർ ഇസ് എ ചാൻസ് ഹോള് അവിടുന്ന് വിടാൻ സാധ്യതയുണ്ട്. കാരണം ഹോളിലും പോകണമെന്നുണ്ട് എനിക്ക് തോന്നുന്നു അവിടുന്ന്, കാരണം ആരും ഇല്ല ഇപ്പൊ അവിടെ. ഇതില് മെയിൻ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം, ന്യൂ കാസലിൽ പറഞ്ഞുകൊണ്ട് പറയാം, ഈ പ്ലേയേഴ്സിനുണ്ടല്ലോ ഇപ്പൊ പുതിയ ക്ലബിലേക്ക് പോകുമ്പോ പ്രൊജക്ട് എന്ന് പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ഇപ്പൊ യുണൈറ്റഡ് പറയുമ്പോ ഇപ്പൊ കാരിക്ക് വന്നു കഴിഞ്ഞ മീൻസ് ഒരു സീസൺ കഴിഞ്ഞു, നല്ലൊരു പ്രോജക്റ്റ് ഉണ്ട് ആസ് കമ്പയർഡ് ടു ന്യൂ കാസൽ. അപ്പൊ ന്യൂ കാസലും യുണൈറ്റഡ് ഒരു പ്ലെയറിനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്ലെയർ ഇത്തിരി കൂടിയും പ്രിഫർ ചെയ്യണത് യുണൈറ്റഡിൽ വരാനോ. മീൻസ് ഞാൻ യുണൈറ്റഡിനെ ശരിക്കും യുണൈറ്റഡും ന്യൂ കാസലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത രണ്ട് ടീമാണ്. എന്നാൽ പോലും ഇപ്പോഴത്തെ സിറ്റുവേഷൻ അത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. എന്റെ ഇതില് ഞാൻ ചോദിക്കണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യുണൈറ്റഡിന്റെ ഈ സീസണിലെ അപ്രോച്ച് ഞാൻ ജസ്റ്റ് ചോദിക്കുകയാണ്. ഇനി ചാമ്പ്യൻസ് ലീഗിൽ ഉണ്ട്, അപ്പൊ ചാമ്പ്യൻസ് ലീഗില് അത്ര അധികം പോയില്ല എന്നുള്ളൊരു അത്ര എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണോ മാനേജ്മെന്റ് ചിന്തിക്കുന്നത്? കാരണം ഒരു ഗ്രൂപ്പ് സ്റ്റേജ് കഴിഞ്ഞ് ഫസ്റ്റ് നോക്കൌട്ട് റൗണ്ടോ അത്രയൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. ബാക്കി ഈ ടീം സ്ക്വാഡ് മീൻസ് സ്ക്വാഡ് ഡെപ്ത് ഇല്ലാത്തതുകൊണ്ട് ഈ സ്ക്വാഡ് വെച്ചിട്ട് ലീഗിലേക്ക് തന്നെ കണ്ടിന്യൂ മീൻസ് അങ്ങനെ ഒരു അപ്രോച്ച് ഇത്തിരി ഈസി ആയിട്ട് പതുക്കെ പതുക്കെ കൊണ്ടുപോകാനുള്ള ഒരു പ്ലാൻ ആണോന്ന്, ഈ സ്ലോ മൂവിങ് മീൻസ് ഈ സീസണും ടോപ്പ് 4 ഫിനിഷ് ചെയ്യാൻ തന്നെയാണ് എയിം എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു അപ്രോച്ച് ഉണ്ടാവുമോ? ഉണ്ട്, അതുണ്ട്. നമുക്ക് ഇപ്പോൾ ട്രാൻസ്ഫറിൻ്റെ നടക്കും നമുക്ക് മനസ്സിലാവും എന്താണ് ഇവരുടെ ഒരു അംബീഷൻ സീസണിലോട്ടൊക്കെ. ആൻഡ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ദർ ഇസ് നോ അംബീഷൻ ഫ്രം യുണൈറ്റഡ് ബോർഡ്. ഇവരുടെ ആകെയുള്ള അംബീഷൻ എങ്ങനെയും കടിച്ചു തൂക്കി ടോപ്പ് 4 കയറുക. ദേ വോണ്ട് ടു മേക്ക് മോർ മണി എവറി സീസൺ. എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേഡിയം പ്രോജക്റ്റ്, അതാണ് അവരുടെ പ്രൈമറി ഫോക്കസ് ഇപ്പോൾ. സോ ദേ ആർ ട്രൈങ് ടു ബിൽഡ് എ സ്ക്വാഡ്, ഇല്ല എന്ന് പറയുന്നില്ല. നമ്മളിപ്പോൾ ലിവർപൂളിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അവർ സത്യം പറഞ്ഞാൽ ആരും വാങ്ങിയിട്ടില്ല. ലിവർപൂൾ വേണ്ടത് പ്ലേയേഴ്സാണ്. ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ പുതിയൊരു കോച്ച് വന്നു, സോ യു ഹാവ് ടു ബ്രിങ് പ്ലേയേഴ്സ്. അത് ലിവർപൂൾ ചെയ്തിട്ടില്ല. പക്ഷേ കമ്പയർ ചെയ്യുമ്പോൾ മാൻ യുണൈറ്റഡ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യുന്നുണ്ട്. എഗെയിൻ ഒരു പുതിയ കോച്ച് തന്നെയാണ് കാരിക്ക്, ഒരു സംശയമില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു സ്ക്വാഡ് ബിൽഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും പ്രയോറിറ്റി ആ സ്റ്റേഡിയമാണ്. അപ്പോൾ ആ സ്റ്റേഡിയം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ട്രാൻസ്ഫർ വിൻഡോ നടത്തുന്നത് ഇവർ. സോ അതാ വെച്ചിട്ട് പറഞ്ഞത്. അപ്പോൾ ഒരു അംബീഷൻ വെച്ച് നോക്കുമ്പോൾ ചാമ്പ്യൻസ് ലീഗ് ഒന്നും അല്ല അവരുടെ അംബീഷൻ. എനിക്ക് തോന്നുന്നത് ഒരു യുണൈറ്റഡ് ബോർഡിൻ്റെ അംബീഷൻ എങ്ങനെയെങ്കിലും ടോപ്പ് 4 കയറുക, അടുത്ത സീസണിലും ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട് എടുക്കുക, പിന്നെ പതുക്കെ ബിൽഡ് ചെയ്യുക. അതായത് നേരത്തെ പറഞ്ഞത്, നല്ലൊരു ഓണർഷിപ്പ് ആണെങ്കിൽ ഈ ഒരു പതുക്കെ ബിൽഡ് ചെയ്യുന്നത് വളരെ ഫാസ്റ്റായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റിയിരുന്നു. ചിലപ്പോൾ 5 വർഷം ഉള്ളത് ചിലപ്പോൾ 2 വർഷമായി ചുരുങ്ങിയാണ്. പക്ഷേ ഇനിയോസ് കുറച്ച് ഭയങ്കര സ്ലോ ആണ്. ഈ ട്രാൻസ്ഫറിൻ്റെ നടത്തുന്നതൊക്കെ ഭയങ്കര സ്ലോ ആണ്. കാരണം അവരുടെ അംബീഷൻ കുറച്ച് ലോ ആണ്, അതുകൊണ്ട് തന്നെയാണ്. സോ ഇൻ ദാറ്റ് കേസ് ഇപ്പോൾ സ്റ്റോറിപ്പ് പറഞ്ഞ പോലെ തന്നെ ടോപ്പ് 4 ആണ് ലക്ഷ്യം. ചാമ്പ്യൻസ് ലീഗ് മാക്സിമം ക്വാർട്ടർ ഫൈനലൊക്കെ പോയാൽ അവർ പാർട്ടി ആയിരിക്കും അപ്പൂപ്പനും പിള്ളേർ, ഒരു സംശയം വേണ്ട. പക്ഷേ യുണൈറ്റഡിന്റെ ഫാൻ ബേസ് ഇത് എത്രത്തോളം
കാരണം ലൈക്ക് if you look at the world football, റയൽ മാഡ്രിഡ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ബയൺ മ്യൂണിച്ച്, ആ ഒരു ഫാൻ ബേസിന് ഈ ഒരു അപ്രോച്ച് ഇപ്പം ലൈക്ക് യു സെഡ് മിരാജ് പേഷ്യന്റ് ആണ്, പക്ഷെ യുണൈറ്റഡിന്റെ കോർ ഫാൻ ബേസ് ഇത് അംഗീകരിക്കൂ. കാരണം ലാസ്റ്റ് സീസൺ യു ഗോട്ട് ഇൻടു ചാമ്പ്യൻ ഹാപ്പി, യെസ്, പക്ഷെ അഗൈൻ സ്ക്രേപ്പിംഗ് ത്രൂ, അല്ലെങ്കിൽ ഒരു ഫോർത്ത് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഒരു പീക്ക് ആർസണൽ ബാൻഡർ ഇല്ലേ, ടോപ്പ് 4, അതിലേക്ക് വഴുതിപ്പോയാൽ ഈ ഫാൻ ബേസ് എത്രത്തോളം ഈ മാനേജ്മെന്റിന്റെ കൂടെയും ഈ ഓണർഷിപ്പിന്റെ കൂടെ നിൽക്കും? സ്പ്ലിറ്റ് ആണ് ബ്രോ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന പേര് മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഫാൻ ബേസ് ഇസ് മാഞ്ചസ്റ്റർ ഡിവൈഡഡാ. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പിള്ളേരൊക്കെ എടുത്തു കഴിഞ്ഞാല് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇല്ലേ, നമ്മുടെ സ്റ്റാൻഡേർഡ് ഇവിടെയാ, ഈ ഓണർഷിപ്പിന്റെ സ്റ്റാൻഡേർഡ് നിൽക്കുന്നത് ഇവിടെയാ. ഭയങ്കര ഡിഫറൻസ് ഉണ്ട് തമ്മിൽ. കാരണം നമ്മള് കളികൾ കണ്ട് പഠിച്ച് വളർന്ന ആൾക്കാരാ ഫാൻസ് ഒക്കെ. കാരണം എന്താണ് മാഞ്ചസ്റ്റർ പീക്ക് ഓഫ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കണ്ട ആൾക്കാർ. ഈ ഇനിയോസ് ആണെങ്കിലും അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ദേ ഹാവിൻ സീൻ ദാറ്റ്. ഉള്ള കാര്യം പറയല്ലോ, ദേ ആർ വർക്കിംഗ് അറ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, പക്ഷേ ദേ ഹാവിൻ സീൻ ദ പീക്ക് ഓഫ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അത് നമ്മളെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ലെഫ്റ്റ് ബാക്കിനെ സൈൻ ചെയ്യും, സെൻട്രൽ മിഡ്ഫീൽഡിനെ സൈൻ ചെയ്യും. ഞാൻ സത്യം പറയാം, നമ്മുടെ ഓണർഷിപ്പിനെ മാറ്റി നമ്മുടെ ഫാൻസ് ആ ക്ലബ്ബ് റൺ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ബി 100 times ബെറ്റർ. ശരിയായിരിക്കാം, നെഗോഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ പറഞ്ഞ കേട്ടോ, ഞാൻ പറഞ്ഞ ഇതാക്കുന്നല്ല. പക്ഷെ ഇഫ് വി കുഡ് ടേക്ക് ഡെസിഷൻസ്, നമ്മുടെ പ്രയോറിറ്റി എന്തായിരിക്കും? ഫുട്ബോൾ ആയിരിക്കും. നമുക്ക് ഡിവിഡൻസോ ഡെറ്റോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യലൈസേഷനോ അതൊന്നും ആയിരിക്കില്ല. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ അംബിഷൻ ഭയങ്കര ഹൈ ആണ്. അപ്പോൾ അത്ര ഹൈയിൽ നിൽക്കുന്ന ആൾക്കാരോട് പോയിട്ട് നിങ്ങൾക്ക് ടോപ്പ് 4 മതി പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല. യുണൈറ്റഡ് എന്ന ക്ലബ്ബ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് നമ്മൾ സംസാരിക്കുന്നത്. ദേ ഹാവ് ടു വിൻ പ്രീമിയർ ലീഗ്, ദേ ഹാവ് ടു വിൻ ചാമ്പ്യൻസ് ലീഗ്, ഒരു സംശയം വേണ്ട. പക്ഷെ എഗെയിൻ പറഞ്ഞ പോലെ നമുക്കൊരു സ്വിച്ച് ഇട്ട പോലെ മാറ്റാൻ പറ്റില്ല. ദാറ്റ്സ് വൈ വി ഹാവ് ടു ബി വെരി പേഷ്യന്റ്. ഇപ്പോൾ ഒരു ഇമ്പ്രൂവ്മെന്റും ഇല്ലെങ്കിൽ ഐ വുഡ് സേ ഫോർഗെറ്റ് എവരിത്തിങ്. പക്ഷെ ഇമ്പ്രൂവ്മെന്റ് കാണുന്നതുകൊണ്ടാണ് ഞാൻ പേഷ്യന്റ് നിൽക്കുന്നത്. ദർ ഇസ് ഇമ്പ്രൂവ്മെന്റ്, തീർച്ചയായിട്ടും ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, ഒരു സംശയമില്ല. ഫുൾ നെഗറ്റീവ് ആവേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ആ ഇമ്പ്രൂവ്മെന്റിന്റെ പേസ് ഭയങ്കര സ്ലോ ആണ്, കുറച്ചും കൂടി ഫാസ്റ്റ് ആണ്. സോ ഫാൻസിന്റെ എക്സ്പെക്ടേഷൻ വെച്ച് നോക്കുമ്പോൾ യു ഹാവ് ടു ബി ടോപ്പ്, ബയൺ പോലെയോ അല്ലെങ്കിൽ റയൽ മാഡ്രിഡ് പോലെ ബാഴ്സ പോലെയൊക്കെ ആയിരിക്കണം. പക്ഷെ ഓണർഷിപ്പ് ഇപ്പോഴും നിൽക്കുന്നത് ഒരു ബേസ് ലെവലിലാണ്, അവരങ്ങോട്ട് എത്തിയിട്ടില്ല. അത് ടൈം എടുക്കുന്നുണ്ടാവും. സോ അതായത് പറഞ്ഞ പേഷ്യൻസ് വേണം. ഓഫ് കോഴ്സ് ഫാൻസ് ആർ പേഷ്യൻറ്റ്. അഗൈൻ ഞാൻ പറഞ്ഞ സ്പ്ലിറ്റ് ആണ്. പേഷ്യൻസ് ആയിട്ടുള്ള ഫാൻസ് ഉണ്ട്, അത്യാവശ്യം അധികം പേഷ്യൻസ് അല്ല. കാരണം വെയിറ്റ് ചെയ്ത് മടുത്തു എന്ന് പറഞ്ഞ ഫാൻസ് ഉണ്ട്, നമുക്ക് ട്രോഫി വേണം എന്നൊക്കെ പറഞ്ഞ ഫാൻസ് ഉണ്ട്. ഇതിന്റെ മുകളിൽ വേറെ ടീംസ് ഉണ്ട്, ടോക്സിക് നെഗറ്റിവിറ്റിയും ടോക്സിക് പോസിറ്റിവിറ്റിയും. അത് വേറെ ലെവലാണ്. അത് എക്സിൽ കയറി കഴിഞ്ഞാൽ അതാണുള്ളത്. അത് ഭയാനക ടോക്സിക് പോസിറ്റിവിറ്റി. അതായത് ഇപ്പോൾ ലെസ്റ്ററിൽ നിന്ന് ഒരു 18 വയസ്സുള്ള പയ്യനെ കൊണ്ടുവരുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ നെക്സ്റ്റ് ബലേബാന്ന് ഉറപ്പിച്ച അല്ലെങ്കിൽ നെക്സ്റ്റ് കസ്റ്റമർ എന്ന് ഉറപ്പിച്ച ആൾക്കാരുണ്ട്. ഇവനാണ് ബെസ്റ്റ്. അത് ടോക്സിക് പോസിറ്റീവ്, അത് വേറെ ലെവലാണ്. അത് എല്ലാ ക്ലബിലും ഉണ്ട്. പക്ഷെ ഒരു ആസ് എ ബേസ് ഫാൻ കോർ എടുത്തു കഴിഞ്ഞാൽ സ്പ്ലിറ്റ് ആണ്. ഓഫ് കോഴ്സ് പേഷ്യൻസ് ഉള്ള ആൾക്കാർ, പേഷ്യൻസ് ഇല്ലാത്ത ആൾക്കാർ. പക്ഷേ ഈ രണ്ട് ഫാൻ ബേസിനുള്ളത് സ്റ്റാൻഡേർഡാണ്. നമ്മുടെ ഫാൻസിൻ്റെ ഒക്കെ സ്റ്റാൻഡേർഡ് ടോപ്പിലാണ് നിൽക്കുന്നത്. കാരണം നമ്മൾ പീക്ക് കണ്ട ആൾക്കാരാണ്. പക്ഷെ അങ്ങോട്ട് ഓണർഷിപ്പ് എത്തുന്നില്ല. അതാണ് നമ്മുടെ ഒരു നമ്മൾ പറയില്ല, നമുക്ക് പലപ്പോഴും ദേഷ്യം വരുന്നത് അതുകൊണ്ടാണ്. നമ്മളെ ട്രാൻസ്ഫർ ഇതിലേക്ക് തന്നെ തിരിച്ചു വരാം. ലിവർപൂളിലും ആസ് ഓഫ് നൗ സൈനിങ്സ് ഒന്നും ഇല്ല. പക്ഷെ വാട്ട് വി ഹാവ് ഇസ് ക്വാണ്ടിറ്റി ഓഫ് പീപ്പിൾ, പ്ലേയേഴ്സ് കുറെ ഉണ്ട്. നല്ലതാണോ ഇല്ലയോ എന്നുള്ള എൻറ്റയർ ഡിഫറെന്റ് ഡിസ്കഷൻ, ഒരു ഡിബേറ്റ് തന്നെയാണ്. ബട്ട് കുറെ ഉണ്ട്. ട്രാൻസ്ഫർ കാര്യം പറഞ്ഞപ്പോൾ കേട്ടോ, സത്യം പറഞ്ഞാൽ ഇത്രയും വിഷമിച്ചിരിക്കുന്ന യുണൈറ്റഡ് ഫാൻസിനെ സന്തോഷിപ്പിച്ചത് നിങ്ങളാ. സോ നമ്മുടെ കേസിൽ വി ഹാവ് സം കൈൻഡ് ഓഫ് നമ്പേഴ്സ്. അതായത് ഇപ്പോ നമ്മുടെ മിഡ്ഫീൽഡ് നോക്കുകയാണെങ്കിൽ 9 ഡിഫൻഡേഴ്സും 8 ഡിഫൻഡേഴ്സ് ഒക്കെ ഉണ്ട്. വിൽ ദേ പ്ലേ ഡൗട്ട്ഫുൾ. ഐ മീൻ കളിച്ചാൽ തന്നെ വല്ല ഗുണമുണ്ടോ അതും ഡൗട്ട്ഫുൾ. അതടക്കട്ടെ. ബട്ട് ലെറ്റ്സ് സേ മിഡ്ഫീൽഡ് നോക്കുകയാണെങ്കിൽ സപ്പോസ് ലൈക്ക് ഡെഫിനറ്റ്ലി എ സ്റ്റാർട്ടർ ഒരു ആളുണ്ട്. Now you have McAllister, Gravenberch, ആർക്കെങ്കിലും ഇഞ്ചുറി വന്നാൽ there is players who can step in ഒരു പരിധി വരെ. ലോങ് ടേം ഇഞ്ചുറി AC-ലൊക്കെ ആണെങ്കിൽ അണ്ടർസ്റ്റാൻഡബിൾ, പ്രോബ്ലം നമ്മൾ സീസൺ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ബട്ട് യു ഹാവ് സംതിങ്, ഓക്കെ ഒരു 5 കളി 6 കളി കളിക്കണമെന്നുണ്ടെങ്കിൽ there are somebody who can make it work. യുണൈറ്റഡിന്റെ മിഡ്ഫീൽഡ് ഞാൻ നോക്കിയപ്പോൾ യു ഹാവ് അഗൈൻ ബ്രൂണോ കംപ്ലീറ്റ്ലി ഫ്രീ റോൾ ആണ്. സോ ഐ എം നോട്ട് കൺസിഡറിംഗ് ഡ്രോപ്പ് ഡൗൺ ഗതികെട്ട കളിക്കുന്നുള്ളത്. ബട്ട് എല്ലാം എന്നുണ്ടെങ്കിൽ യു ഹാവ് സാന്റോസ്, you have Kobe Menu, you have Tielemans. ഈ മൂന്ന് പ്ലേയേഴ്സ് 2 പൊസിഷൻ കളിക്കണം.
മൗണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ജോ മൗണ്ടിനൊന്നും തോമസ് പറയും, നോക്കുക വേണ്ട. ഇല്ല കോണർ ബ്രാഡ്ലി എന്ന് പറയാൻ പറ്റും. നമ്മളെ കോണർ ബ്രാഡ്ലിയും മറ്റേ ജോ തോമസും പറയുന്ന പോലെയാണ് ഇവര് ഇത് പറയുന്നത്, മൗണ്ട് പറയുന്നത്. ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് എന്ന് പറയാന്നല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് ആസ് എ പ്ലേയിങ് ഓപ്ഷൻ ഈ 3 പേര് 2 പൊസിഷൻ കളിക്കണം. So basically, ഒരാൾക്ക്, I hope nothing happens, injury is a worst case scenario for everything. ഒരാൾ ഇഞ്ചുറി വന്നാൽ what is your backup option in അക്കാഡമിയിൽ ആരെങ്കിലും ഉണ്ടോ? You probably would be seeing more than us. അക്കാഡമിയിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ who you think can be the next Kobe Mainoo at least? അടുത്ത പറയുന്നില്ല, but no, there is one player who can be better than Kobe Mainoo from നമ്മുടെ അക്കാഡമിയിൽ. His name is Jim Thwaites. ഒരു കിഡിലൻ മിഡ്ഫീൽഡറാണ്. ലൈക്ക് ഞാൻ പറഞ്ഞത് ഭയങ്കര എനർജറ്റിക് ആണെന്നോ അത്ലറ്റിക് ആണെന്നല്ല, പക്ഷെ ഗെയിം റീഡിങ്, അതേപോലെ തന്നെ പാസിങ് ഇപ്പൊ നമ്മൾ കാണുന്ന ആഡം വാട്ടൺ ഇല്ലേ, ആഡം വാട്ടൺ ഒരു വിഷൻ ഇല്ലേ പാസിംഗിൽ. he has at least right now he has that quality. Jim Thwaites he is playing in under 21 now. സോ അവനെ സത്യം പറഞ്ഞാൽ നോക്കി കാണുന്നുണ്ട്. ഐ തിങ്ക് ഹി വിൽ ഗെറ്റ് ചാൻസസ്. അവനെ ലോണിൽ പറഞ്ഞേക്കുള്ള പ്ലാനും കാരിക്കിനില്ല. ഐ തിങ്ക് കാരിക് റിയലി ലൈക്സ് ജിം ത്വേറ്റ്സ്. ഞാൻ കേട്ടു അവിടെ വായിച്ചപ്പോൾ, വിച്ച് മേക്ക് സെൻസ്. കാരണം കാരിക്കും ഒരു മിഡ്ഫീൽഡറാണ്. ഹി നോസ് എക്സാക്ട്ലി വാട്ട് ജിം ത്വേറ്റ്സ് ഈസ്. പിന്നെ ഉള്ളത് അക്കാഡമിയിൽ നിന്ന് ഫ്ലെച്ചർ ബ്രദേഴ്സ് ഉണ്ട്. അതിൽ തന്നെ ട്വിൻസ് ആണ് ബേസിക്കലി. നമ്മുടെ ഫ്ലെച്ചറിന്റെ മക്കളാണ് കേട്ടോ, ട്വിൻസ് ആണ്. ഒരാളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അത് നെപ്പോട്ടിസം എന്നൊക്കെ പറയുന്നുണ്ട്, അത് അവിടെ നിൽക്കട്ടെ. അതിൽ നെപ്പോട്ടിസം ഉണ്ട്, ഇല്ലാന്നല്ല, തമാശയില്ല, നെപ്പോട്ടിസം ഉണ്ട്. കാരണം ദേ വോണ്ട് ടു പ്രൊമോട്ട് ഫ്ലെച്ചറിന്റെ മക്കളാണ് എന്നൊക്കെ പറയുന്ന പോലെ. പക്ഷെ അതിലേക്ക് ഇഷ്ടപ്പെട്ടത് ജാക്ക് ഫ്ലെച്ചർ ഉണ്ട്. ഭയങ്കര നന്നായിട്ട് ലോങ് ലെഗ്സാ, നല്ല വലിപ്പമുള്ള പയ്യനാണ്. അപ്പോൾ ഗ്രൗണ്ട് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട് നന്നായിട്ട്. പിന്നെ അറ്റ്ലീസ്റ്റ് നന്നായിട്ട് അഗ്രസീവായിട്ട് പ്രസ് ചെയ്യുന്ന ഒരാളും കൂടിയാണെന്ന് തോന്നുന്നു. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നത് അത്ലറ്റിക്കെതിരെ ബെംബൂമോ അടിച്ചൊരു ഗോൾ ഉണ്ടായിരുന്നു, സെക്കൻഡ് ഗോൾ. അതിൽ പ്രസ് ചെയ്തിട്ട് ബോൾ വിൻ ചെയ്തത് ജാക്ക് ഫ്ലെച്ചറാ. സോ അങ്ങനെ ഒരു പയ്യൻ കൂടി. അപ്പോൾ 2 പേരുണ്ട്. അതിൻ്റെ കൂടെ പിന്നെ ഉള്ളത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അക്കാഡമിയിലൊക്കെ ഉള്ള ചെറിയ ചെറിയ പയ്യന്മാർ. അവർക്കൊന്നും പ്രൊമോഷൻ സത്യം പറഞ്ഞാൽ ആയിട്ടില്ല. ഇപ്പോൾ ജാക്ക് ഫ്ലെച്ചറിൻ്റെ കൂടെ ഒരു ചങ്ങായി ഉണ്ട്, മറ്റേ വേറൊരു ഫ്ലെച്ചർ ഉണ്ട്, അവൻ ശരിക്കും വർക്കായിട്ടില്ല. പിന്നെ ഡാൻഗോർ ഉണ്ടായിരുന്നു, അവനും വർക്കായിട്ടില്ല. കോളിയർ ഉണ്ടായിരുന്നു, കോളിയറിന് ഇപ്പോൾ സെല് ചെയ്യാൻ പോവാണ്, കാരണം അവനും വർക്കാവുന്നില്ല. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ അക്കാഡമി നോക്കുകയാണെങ്കിൽ 2 പ്ലേയേഴ്സ് ഉണ്ട്, ജാക്ക് ഫ്ലെച്ചറും ഉണ്ട്, ജിം ത്വേറ്റ്സും ഉണ്ട്. ജിം ത്വേറ്റ്സ് ഞാൻ ഭയങ്കര ഫാനാണ് ജിം ത്വേറ്റ്സിൻ്റെ. കാരണം ഞാൻ ഫുൾ അക്കാഡമി ഇരുന്ന് കാണുന്ന ആളല്ല, പക്ഷെ കണ്ടിടത്തോളം നല്ല കിടലിന് പ്രോസ്പെക്റ്റ് ആണ്. അതിൽ തന്നെ എനിക്ക് തോന്നുന്നത് ഐ തിങ്ക് അഗെയിൻസ്റ്റ് റോസൻബർഗോ അല്ലെങ്കിൽ അത്ലറ്റിക്കെതിരെ ജിം ത്വേറ്റ്സ് കളിച്ചിട്ടുണ്ടായിരുന്നു മിഡ്ഫീൽഡിൽ. സാന്റോസിന് പകരം ജിം ത്വേറ്റ്സ് വന്നിട്ടാണ് കൺട്രോൾ ചെയ്തത് മിഡ്ഫീൽഡ് ഫുള്ള്. സോ അങ്ങനെ 2 പേരുണ്ട്. പക്ഷേ അഗെയിൻ ഭയങ്കര സ്ക്വാഡ് ഡെപ്ത് വളരെ മോശമാണ് മിഡ്ഫീൽഡിൽ. അതേ നേരത്തെ പറഞ്ഞ അറ്റ് സം പോയിന്റ് ഐ വോണ്ട് ബി സർപ്രൈസ്ഡ് കാരിക്ക് വന്ന് കളിച്ചാലും, കാരണം അത്രയും മോശമാണ് മിഡ്ഫീൽഡ് സ്ക്വാഡ് ഡെപ്തിൽ. സോ അതാ പറഞ്ഞത്, നമുക്ക് എന്തായാലും ഒരു പ്ലെയർ മസ്റ്റ് ആണ്. അതാണ് എനിക്ക് തോന്നുന്നത്. ഐ തിങ്ക് ദേ ഹാവ് നോട്ട് അണ്ടർസ്റ്റുഡ് എനിക്ക് അവിടെയാണ് ഈ ഇൻകോമ്പറ്റൻസിന്റെ കാര്യം. ഒരു ചാമ്പ്യൻസ് ലീഗിൽ കളിക്കാൻ പോകുന്ന ക്ലബിന്റെ ഫിസിക്കൽ ഡിമാൻഡ്സ് അവർ മനസ്സിലാക്കുന്നില്ല എന്ന് എനിക്ക് തോന്നണം. കാരണം ഓക്കെ, യു ഹാവ് ദ ക്വാളിറ്റി ടു പ്ലേ ഇൻ ദ ചാമ്പ്യൻസ് ലീഗ്, പക്ഷേ സൺഡേ, വെനസ്ഡേ, സാറ്റർഡേ കളിക്കാൻ വരുമ്പോൾ യു നീഡ് മോർ ആൻഡ് മോർ പ്ലേയേഴ്സ്. ഐ തിങ്ക് ഈ ഒരു പ്രീ സീസണിൽ ഐ തിങ്ക് ഇംപ്രസ് ചെയ്തിരിക്കുന്നത്, ഐ തിങ്ക് മൗണ്ട് വാസ് ഇംപ്രസീവ് ആസ് എ ഡബിൾ പിവറ്റിൽ. ഹി വാസ് അത് തീരുമാനമായി. Then പറഞ്ഞ പോലെ സംതിങ്, പക്ഷേ നോക്കാണ്. അതെ. പിന്നെ വന്ന പ്ലെയർ സാന്റോസ് ഹാസ് ബീൻ എവറിബഡി ലൈക്ക് യുണൈറ്റഡിന്റെ ഹോൾ ഫ്രട്ടേണിറ്റി ഹാസ് ബീൻ റേവിംഗ് അബൌട്ട് ഹിം. പിന്നെ ഷേലേസി അല്ലേ, ഷേലേസി വാസ് ഒരുപാട്. ഡു യു സീ ഹിം പ്ലേയിങ് ഓർ സ്റ്റാർട്ടിങ് ചാൻസ് ഉണ്ടോ ഈ സീസൺ? ഉണ്ട്. ഐ തിങ്ക് പ്രോബബ്ലി ബ്രൂണോന്റെ ഒരു സക്സസർ ആയിട്ട് നമ്പർ 10 ഷിയാലേസി വരാൻ ചാൻസ് ഉണ്ട്. ഷിയ ചാൾസ് എന്നാ പറഞ്ഞത്, ദൈവമേ നടക്കല്ലേ. ഷിയ ചാൾസ് നമ്മൾ അങ്ങനത്തെ പ്ലേസ് നമ്മൾ ട്രൈ ചെയ്യണേ. സൗത്ത് ആംപ്ടണിലൊക്കെ ഉള്ള വിൽകോക്സ് കണക്ഷൻ അറിയാലോ. ഇംഗ്ലീഷ് ആ ഒരു സാധനം. അത് എനിക്ക് ഏറ്റവും പേടിയുള്ള എന്താണെന്നറിയോ, ഈ ചെങ്ങായ ലാസ്റ്റ് ചേൽസിന് ലിയാം ഡിലാപ്പിന് സൈൻ ചെയ്തതിന്റെ പേടിപ്പോ. കാരണം പറയാൻ പാടില്ല, വിൽകോക്സിന്റെ എന്തോ കണക്ഷൻ ഡിലാപ്പിലുണ്ട് ഉള്ള കാര്യം. കാരണം എപ്പോ നോക്കിയാലും ഡിലാപ്പിലോട്ട് ഇയാളുടെ പോക്ക് ഒരുമാതിരി സൗത്ത് പോളും നോർത്ത് പോളും മാഗ്നറ്റ് അടുപ്പിച്ച പോലെയാണ്. അങ്ങനെ അപ്പൊ അതുണ്ട്, നടക്കാതിരിക്കട്ടെ. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഷിയാലേസിന്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഷിയാലേസി ക്യാൻ പ്ലേ റൈറ്റ് വിങ്ങും നമ്പർ 10 കളിക്കാൻ പറ്റും.
ഒരു ഇപ്പൊ നിങ്ങൾ കളി കണ്ടോ എനിക്കറിയില്ല അവന്റെ. ഹി ഈസ് എ ഫിൽ ഫോർഡൻ ഒരു ടൈപ്പാണ് മൂപ്പര്. ഒരു മൊത്തത്തിലൊരു ബോഡി മൂവ്മെന്റും ഒരു എന്താ പറയുക, നമ്മള് ഇത് പറയില്ല, നമ്മള് ഫെയിന്റ് ചെയ്തൊക്കെ അങ്ങനെ പോകുന്ന സംഭവം, ഗ്രാവിറ്റി, അത് അടിപൊളിയാണ്. അപ്പോ ഹീ ലുക്സ് പ്രോമിസിങ്. മിഡ്ഫീൽഡ് അല്ല ഞാൻ പറഞ്ഞ, അറ്റാക്കിംഗ് റോൾ ഹീ ലുക്സ് വെരി പ്രോമിസിങ്. സോ ഇപ്പോൾ ഒരു എംബൂമ ചിലപ്പോൾ നോക്കായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കയറിയിരിക്കേണ്ടി വന്നാലും വി ഹാവ് കവർ ഷിയാലേസിയിൽ. സോ ആൻഡ് ക്യാരിക്ക് എനിക്ക് തോന്നുന്നു ഈ സീസണിൽ നമ്മൾ കുറച്ചും കൂടി യൂത്തിനെ കാണാം ടീമിലോട്ട്. ഐ എം എക്സ്പെക്ടിങ് ദാറ്റ്. പക്ഷെ അത് അന്ന് പറഞ്ഞ ഇത്രയും ഇൻവെസ്റ്റ്മെന്റ്സ് ടീംസിൽ ഇല്ല അന്ന്. ഇപ്പോഴുള്ള ടീംസിന്റെ പോലെ അല്ല. ഇപ്പൊ ബ്രൈറ്റൺ ഒക്കെ പറഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് അവർ വരുന്നത്. അപ്പോൾ നമ്മൾ ചുമ്മാ യൂത്ത് മാത്രം പിടിച്ചുകൊണ്ടിരുന്ന നടക്കൂല. അപ്പോൾ ദാറ്റ്സ് വൈ ഐ സെഡ് വി നീഡ് അഡീഷൻസ്. നമുക്ക് എന്തായാലും അഡീഷൻസ് വന്നേ പറ്റുള്ളൂ. പക്ഷെ യൂത്ത് ലുക്സ് പ്രോമിസിങ്. ഐ എം റിയലി ഹോപ്പ്ഫുൾ ടു സീ സംബഡി. യൂത്ത് സക്സീഡ് ആവണമെന്നുണ്ടെങ്കിൽ യു നീഡ് ടു ഹാവ് എ കോർ അറൗണ്ട്. സിറ്റിയിൽ കാണുന്ന പോലെ when you have Haaland up top, Rodri behind, അവിടെ you can test a Nico Reilly at left back. You can do a Rico Lewis at right back. ഞാൻ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ പറഞ്ഞുതരാം. ആസ് എ യുണൈറ്റഡ് ഫാൻ ഞാൻ പറയുകയാണ്, യുണൈറ്റഡിന്റെ അല്ല, മാക്സ് ഡൗൺമാന് ആർസണൽ ഇത്രയും ബെറ്റർ ആയി കളിക്കാൻ പറ്റുന്നത് ബിക്കോസ് ദർ ഇസ് എൻ എൻവയോൺമെന്റ് വേർ ഹി ക്യാൻ ത്രൈവ്. ഇപ്പൊ മാക്സ് ഡൗൺമാനെ നാളെ നിങ്ങൾ പോയിട്ട് ഒരു യുണൈറ്റഡ് സ്ക്വാഡിലോ അല്ലെങ്കിൽ മേ ബി ഒരു ചെൽസി സ്ക്വാഡിൽ ഇട്ട് കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് ഹി വിൽ പെർഫോം ദാറ്റ്. എനിക്ക് തോന്നുന്നില്ല. സോ അത് പറഞ്ഞ ഒരു അത് എനിക്കറിയില്ല എത്രത്തോളം ആൾക്കാർക്ക് ഇത് മനസ്സിലാവുന്നുള്ളത്. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞ എൻവയോൺമെന്റ്. വി ഹാവ് ടു ക്രിയേറ്റ് ദാറ്റ്. നിങ്ങൾ റിയോ എൻഗമോഹനെ കൊടുക്കാൻ നോക്കുന്നുണ്ടോ? ആക്ച്വലി ലെഫ്റ്റ് സൈഡിൽ കളിക്കുന്ന ആരാള്? കുനിയ ആൻഡ് ഡോർഗു രണ്ടുപേരുണ്ട്. അല്ല, യുണൈറ്റഡിന്റെ ഫസ്റ്റ് ലെവൽ ഈസ് ആക്ച്വലി വെരി വെരി ഗുഡ്. അതെ, ഞാനത് പറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അവര് നോക്കണ സ്റ്റാർട്ടിംഗ് ലെവൻ സ്ട്രെങ്തൻ ചെയ്യാന്നുള്ള രീതിയിലാണ് ചാമ്പ്യൻസ് ലീഗിൽ ക്വാളിഫൈ ആയിട്ട്. അതാണ് അവിടെയാണ് പ്രശ്നം. അത് സ്റ്റാർട്ടിംഗ് ലെവൻ ഒരു പൊസിഷനാണ് നമ്മൾ നോക്കുന്നത് ബേസിക്കലി, ലെഫ്റ്റ് ബാക്ക്. അതാണ് നമ്മൾ ഇപ്പൊ പ്രയോറിറ്റി ഫസ്റ്റ് ലെവലിലോട്ട്. ബാക്കിയുള്ളതൊക്കെ അല്ല, അത് പറയുമ്പോ സാന്റോസിന്റെ കാര്യം ഭയങ്കര ഇമ്പോർട്ടന്റ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കാലം DM ഇല്ലാണ്ട് നിങ്ങൾ സൈൻ ചെയ്ത DMs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഈ പറയുന്ന എന്താ ബോൾ ഹോൾഡ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ടൈപ്പ് പ്ലെയർ അല്ലായിരുന്നു. ഇപ്പോഴാണ് സൈൻ ചെയ്തേക്കണേ അങ്ങനെ ഒരു അതെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്മുടെ DM ഉഗാർത്തിയായിരുന്നു. ബോളിനെ ഗ്രനേഡ് പോലെ കണ്ടിരുന്നത്, തൊടൂല, ഭയങ്കര പേടിയാ ബോളിനെ. അവിടെ നമ്മൾ സത്യം പറയട്ടെ, നമ്മൾ പ്രീ സീസൺ കാണുമ്പോ സാന്റോസിന്റെ അടുത്ത് പന്ത് കിട്ടുമ്പോ ഒരു ആശ്വാസം നമുക്ക്. പന്ത് കളിയില്ല, പാസ് ഫൈറ്റ്. ഉഗാർത്തിന്റെ അടുത്ത് പന്ത് പോകുമ്പോൾ നമുക്ക് പേടിയായിരുന്നു നെഞ്ചിലൊക്കെ, ദൈവമേ എന്താണോ സംഭവിക്കാൻ വെച്ചിട്ട്. ഇപ്പൊ ആ പേടിയില്ല. അപ്പൊ അത് ശരിയാ, സാന്റോസ് വന്നതിന് ശേഷം അങ്ങനെ ഉപകാരം ഉണ്ടായിട്ടുണ്ട്. അതെ, അത് മാത്രല്ല ഭയങ്കര അണ്ടർ റേറ്റഡ് ആണ് ആ സൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മീൻസ് ആരും ഗ്ലോറി ഒന്നും ചെയ്യണമൊന്നുമില്ല. ആള് വരും, ആളുടെ പണിയെടുക്കും, ആ കളി ഇമ്പ്രൂവ് ആയല്ലോ, ആ ഒരു സുഖം കിട്ടും. അതാ പറഞ്ഞു, വെരി സിമിലർ ടു ലാമൻസ് വന്നപ്പോ ഒരു ഹൈപ്പും ഇല്ല. മൂപ്പര് പണിയെടുക്കുന്നു, വീട്ടിൽ പോകുന്നു. സെയിം സാന്റോസ്. പിന്നെ എനിക്ക് പൊന്നളിയോ, ആ കീപ്പറിനെ വിറപ്പിച്ച ഒരു സ്ട്രൈക്കർ ഇപ്പൊ അവിടെ പോയി കളിക്കുന്നുണ്ട്. ബെറ്റ് വെച്ചോ, ഒരു ടർക്കിലെ ഒരു കളിയില് സ്കോർ ലൈൻ 5-4 ആയിരിക്കും. സല 4 ഗോൾ അടിക്കും, 5 ഗോൾ ഒരു സംശയം വേണ്ട, എഴുതി വെച്ചോ. നടക്കാൻ പോണത്. സല ഗോൾ അടിക്കേണ്ടി വരും പക്ഷെ, കാരണം സല ഗോൾ അടിപ്പിക്കാൻ പറ്റുമെന്ന് ഡൗട്ട് ഉണ്ട്. ഡാർവിൻ ന്യൂനസ് ജോയിൻ ചെയ്യാൻ പോവാണെന്ന് കേട്ട്. അപ്പൊ തീരുമാനമായി. അപ്പൊ 5-2 ആയിരിക്കും സ്കോർ, 5-4 ഉണ്ടാവില്ല. നമുക്ക് യുണൈറ്റഡ് വിടാം കുറച്ച്. വിൽ ടോക്ക് അബൌട്ട് ജനറൽ പ്രീമിയർ ലീഗ് ആൻഡ് ആസ് സച്ച്. other than Arsenal, നമുക്ക് വിൻഡോ ആസ് വി സെഡ് ഇതുവരെ ഒന്നും പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടില്ല, മെല്ലെയാണ് പോകുന്നത്. എന്നാലും ആസ് ഓഫ് നൗ other than Arsenal, ആരാണ് സർപ്രൈസ്? ഡു യു സീ എനി ടീം ഡൂയിങ് എക്സ്ട്രീംലി വെൽ, റിയലി വെൽ, ലൈക്ക് സർപ്രൈസ് എന്തെങ്കിലും കാണുന്നുണ്ടോ? ഓർ ഇറ്റ് വിൽ ബി ദി സെയിം ടോപ്പ് 4 ടോപ്പ് 5? ടോപ്പ് ഞാൻ നമ്മൾ ട്രഡീഷണൽ ടോപ്പ് 6 ആണ് ചോദിക്കുന്നത് അതോ എനി ടീം? അല്ല, ജനറലി ലൈക്ക് യുവർ ടോപ്പ് 4 ടോപ്പ് 5, അല്ലെങ്കിൽ ഒരു ടീം അതിനകത്ത് കേറാൻ ഇതുവരെയുള്ള വിൻഡോയിൽ, അല്ലെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ സീസണിൽ നോക്കുമ്പോ ഈ സീസണില് എന്താ ഇപ്പോൾ
കഴിഞ്ഞ സീസണിലെ പെർഫോമൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ സീസണിൽ ഇത്തിരി ബെറ്റർ വിത്ത് ദ സൈനിങ്സ് ആൻഡ് മാനേജർ ബെറ്റർ ചെയ്യാൻ പറ്റുന്ന ടീംസ്. ബ്രെൻഫോർഡ് അവിടെ ഫിനിഷ് ചെയ്ത കഴിഞ്ഞ സീസൺ 8-മതോ 9-മതോ 7th I think അല്ലേ? 6 അല്ലേ ലാസ്റ്റ് മിസ് ആയതല്ലേ അവരെ മിസ്സായ. ഐ തിങ്ക് ബ്രെൻഫോർഡ് സത്യം പറഞ്ഞ ദാറ്റ് സങ്കാരന്റെ അഡീഷൻ അതൊരു ഗെയിം ചേഞ്ചർ അവർക്ക്. ഐ തിങ്ക് ദേ വിൽ ഡു വെൽ. ഞാൻ പറഞ്ഞത് അവർ ടോപ്പ് 6 എത്തുന്നില്ല, പക്ഷേ നമ്മൾ എവിടെയാണോ ലാസ്റ്റ് ഫിനിഷ് ചെയ്ത് മേ ബി ദർ ഇസ് എ ചാൻസ് ദേ മൈറ്റ് ക്യാച്ച് യൂറോപ്യൻ ഫുട്ബോൾ. അപ്പാർട്ട് ഫ്രം ദ എനിക്ക് തോന്നുന്നു കോവൻട്രി സിറ്റി മിക്കവാറും സ്റ്റേ അപ്പ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ട്. കുറേ പേര് പറയുന്നുണ്ട് കേട്ടോ കോവൻട്രി സിറ്റി സ്റ്റേ അപ്പ് ചെയ്യുന്നുള്ളത്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എല്ലാവരും വിചാരിക്കുന്നത് സിറ്റി ഒരു ടോപ്പ് 3 ഉണ്ടാവും എന്ന് എനിക്ക് സംശയമുണ്ട്. എസ്പെഷ്യലി റോഡ്രി പോയി കഴിഞ്ഞാൽ ഐ ഗെറ്റ് എ ഫീലിംഗ് സിറ്റി മൈറ്റ് ഡ്രോപ്പ്. ആൻഡ് ആ പ്ലേസിലൂടെ ടോട്ടനം വരാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ചാമ്പ്യൻസ് ആവുന്നൊന്നുമല്ല, പക്ഷെ ഒരു അല്ല മനസ്സിലായി. കാരണം സിറ്റിക്ക് പോസ്റ്റ് പെപ് ഗാർഡിയോള എന്താണ് നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതില് ഇഷ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും എല്ലാവരും ഇതില് സിറ്റിയെ കാണുന്നത് പെപ്പിന്റെ ഇറയില്ലേ ആ സിറ്റിയാണ് കാണുന്നത്. നമ്മൾ അതിനു മുമ്പത്തെ സിറ്റിയൊക്കെ ഒരുപാട് കണ്ടേക്കണാണ്. അപ്പൊ പുതിയ മാനേജർ വരുമ്പോ അവരുടെ മൊത്തം സിസ്റ്റം മൊത്തം മാറുകയാണ്. അപ്പൊ എങ്ങനെ ഇപ്പത്തെ പിള്ളേര് പഴയ സിറ്റി ഒന്ന് കാണട്ടെ. നമ്മള് കണ്ടിട്ട് സിറ്റിനൊക്കെ എല്ലാരും കാണട്ടെ. എന്റെ കസിൻസ് ഒക്കെ ആരും കണ്ടിട്ടില്ല. അല്ല അവിടെ ഈവൻ ഫോർ പ്ലേയേഴ്സ് ഫോർ ദാറ്റ് മാറ്റർ ഹാലൻഡ് ആണെങ്കിലും the thing is ഇപ്പം Guardiola had a bad run in the last 2 seasons for his standards. എന്നാലും you have a Pep Guardiola there, so ഹാലൻഡും റോഡ്രിയെ കൂടെ നിൽക്കും. But if Maresca has a bad run, I think ഈ ടോപ്പ് പ്ലേയേഴ്സ് അവിടെ എത്രത്തോളം നിൽക്കുവോ, അല്ലെങ്കിൽ do they trust the process എന്നുള്ള ചോദ്യം. Can I ask what is a bad run Maresca? I think half a season probably 5th or 6th. Yeah, out of top 4, out of top 5 in December run ille. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഐ തിങ്ക് പെപ് ഗാർഡിയോള വാസ് 5th or 6th no half the season. He was Guardiola അവിടെ ഞാൻ പറയുന്നത്. Pep can like he can overturn the feeling ഉണ്ടാവല്ലോ by general standards. Okay, it's Pep. He can go on 17 run പെപ്പിനുള്ള ഗുഡ്വിൽ മറ്റൊരു മാനേജറിന് ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ if you take Liverpool example, if Klopp had a season like Slot, he would be still in the job. Klopp had a season and he was still in the job. അതാ പറയുന്നത്. Yeah it's Klopp. I mean I get your point. Pep Slot won the league, still he had a 5th finishing season and he was sacked. അപ്പോ ഈ ഒരു എലിമെന്റ് ഐ തിങ്ക് സിറ്റി ഫാൻസ് ആണെങ്കിലും സിറ്റി പ്ലേയേഴ്സ് ആണെങ്കിലും അവർ ഫസ്റ്റ് ടൈം ആയിരിക്കും ഫേസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം റോഡ്രി ഇസ് ഓൺ ഹിസ് വേ ഔട്ട്, എന്തായാലും പോകുന്ന എനിക്ക് തോന്നുന്നു. റോഡ്രി ബാർസ വിൽ ബൈ ഹിം, സംശയമില്ല. ആൻഡ് യു കാൻറ്റ് റിപ്ലേസ് റോഡ്രി. ബാർസ വിൽ ഫൈൻ, അവർ ഏതോ ലിവറൊക്കെ വലിച്ചിട്ട് they will buy. ഇതില് വേറൊരു കാര്യം കൂടി ഉണ്ട്. സോ യു സെഡ് റൈറ്റ് സിറ്റി ആൻഡ് സ്റ്റാർ പ്ലേയേഴ്സ് എന്നുള്ളത്. ഇഫ് റോഡ്രി ഈസ് ഗോയിങ്, അവിടെ പിന്നെ സ്റ്റാർ പ്ലെയർ എന്ന് പറയാനുള്ളത് അല്ല, പോയി, KDB പോയി, റോഡ്രി പോയി, പോവുകയാണെങ്കിൽ അല്ല അവർക്ക് ബോത്ത് എൻഡ് ഓഫ് ദ പിച്ചിൽ അവർക്ക് വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് ഉണ്ട്. ഡൊണാറൂമ ആൻഡ് ഹാലൻഡ്, ദാറ്റ് ക്യാൻ ബി ഗെയിം ചേഞ്ച്. പക്ഷെ മിഡില് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഇസ് വെരി ബ്രൂട്ടൽ. നിങ്ങൾ മിഡ് കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ പൊട്ടും, അതാരായാലും. അത് ഡൊണാറൂമ ഉണ്ടെങ്കിൽ ഹാലൻഡ് ഉണ്ടെങ്കിൽ. And Haaland is not എന്താ പറയാ, ഒരു ഇസാക്ക പോലെ ഒന്നല്ല, ഇൻവോൾവ്മെന്റ് കുറവാണ്. സോ ബോൾ അങ്ങോട്ട് എത്തണം, അത് എത്തിക്കാനുള്ള പ്ലേസ് ഇല്ലെങ്കിലേ ബുദ്ധിമുട്ട്. സ്പെഷ്യലി അവരുടെ വിങ്ങും റൈറ്റ് വിങ്ങും എനിക്ക് തോന്നുന്നില്ല സെറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത്. അല്ല, they are trying to sign Pedro Neto. അവിടെ തന്നെ അറിയാലോ നമുക്ക് ഈ ഒരു പ്രശ്നം. പിന്നെ പഴയ ഇപ്പത്തെ ജനറേഷൻ ആൾക്കാർക്ക് കാണാൻ പറ്റും പഴയ സിറ്റി എന്താന്നുള്ളത്. അല്ല, കാരണം എൻസോ ഫെർണാണ്ടസ്, if Rodri goes, I think they are after Enzo. So basically the manager is buying the people he knows. അതൊരു dangerous president ആണ്. അതുണ്ട്. എൻസോ മറസ്ക is pushing for Enzo എന്ന് കേട്ടു. If that happens, it's a game changing for Enzo Maresca. സിറ്റി ഫാൻസ് നമ്മള് പറയുന്ന കാണുമ്പോ ഭയങ്കര പുച്ഛായിട്ട് നമ്മൾ സംസാരിക്കണ പോലെയാണ്. പക്ഷെ അതുകൊണ്ടല്ല പറയുന്നത്. ഇപ്പോ നേരത്തെ പറഞ്ഞ കേസ്, മിഡ്ഫീൽഡിന്റെ കേസ്, മിഡ്ഫീൽഡ് ഇപ്പോ പഴയ പോലെ ഒന്നല്ല. ഈ ബോട്ടം ടേബിളിലുള്ള ടീമൊക്കെ
മിഡ്ഫീൽഡ് ഇപ്പൊ നല്ല സ്ട്രോങ് ആണ് പ്രീമിയർ ലീഗില്. അപ്പൊ അതെ. അവരൊക്കെ വന്ന് നല്ല പണി തന്ന് പോവാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതൊക്കെ നടക്കണ കേസാണ് ഇപ്പോഴത്തെ സ്റ്റേജില്. സിറ്റിയുടെ മിഡ്ഫീൽഡ് നോക്കുമ്പോൾ ഇപ്പൊ റോഡ്രി പോയി കഴിഞ്ഞാൽ അതിനകത്തൊരു എലിയറ്റ് ആൻഡേഴ്സൺ അടിപൊളി പ്ലെയർ ആണ്. പക്ഷെ ആ ഒരു ടെക്നിക്കലി ഗിഫ്റ്റഡ് മിഡ്ഫീൽഡർ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് എനിക്ക് എലിയറ്റ് ആൻഡേഴ്സിൽ കാണുന്നില്ല. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് എലിയറ്റ് ആൻഡേഴ്സൺ ആൻഡ് വാർട്ടൺ വുഡ് ബി എ ഗ്രേറ്റ് കോമ്പിനേഷൻ സിറ്റിക്ക്. അല്ല, even they're trying to sign Enzo and Buadi മറക്കണം. Buadi is also 100 million they're trying to send, but again, let me ask you a question. Elliot Anderson, Buadi, or Elliot Anderson or Adam Wharton? Definitely Wharton. Buadi we don't know, like our issue ഉണ്ട് അവിടെ. Another problem that City has is also അവരുടെ Marmoush wants to leave, so ഹാലൻഡിന് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടെങ്കിൽ there is no backup, ആരുമില്ല. നിക്കോളസ് ജാക്സൺ Xerxes ബെസ്റ്റാ. 9 കളിക്കാം, 10 കളിക്കാം, 9.5 കളിക്കും. എനിക്ക് സിറ്റിയാണ് തോന്നുന്നത് ക്ലബ് വുഡ് സ്ട്രഗിൾ എനിവേ. പിന്നെ ഞാൻ സർപ്രൈസ് എന്ന് പറഞ്ഞതാ. പിന്നെ വേറൊരു ടീം ഇൻട്രസ്റ്റിംഗ് മീൻസ് ഞാനത് പറയുന്നു വെച്ച് ഒന്നും പറയരുത്. ഞാൻ എവർട്ടണ് നല്ല ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് 4 എന്നല്ല ഞാൻ പറയണേ. ഇപ്പൊ 7th 8th ആ റേഞ്ചിൽ വരാനുള്ളൊരു സ്ക്വാഡ് അവിടെ ബിൽഡ് ആയതുകൊണ്ട് മോയസ് നല്ലോണം പഴയ പരിപാടി തുടങ്ങിയിട്ടുണ്ട് അവിടെ. നല്ല അടിപൊളി മിഡ്ഫീൽഡ് സൈനിങ്സ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ചാമ്പ്യൻഷിപ്പിൽ നിന്നുള്ള സൈനിങ്സ്. ഞാൻ കഴിഞ്ഞ സീസണിൽ ലിവർപൂൾ സൈൻ ചെയ്യണം എന്നൊക്കെ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്ന പ്ലെയർ ആയിരുന്നു. എവർട്ടൺ കൊണ്ടുപോയി. പക്ഷെ അവരെന്ത് പ്രശ്നം അറിയോ, അതെത്തി. പക്ഷെ എവർട്ടണില് ദേ മെയ്ഡ് ഹാക്നി വിച്ച് എ ഗുഡ് സൈനിങ് ഫോർ ദം. പക്ഷെ അതിന് കൂടെ ഒരു സൈൻ ചെയ്ത് ബ്രണ്ടൻ ജോൺസനെ. അവിടെയാണ് പ്രശ്നം. ലൈക്ക് അതാണ്. No, if you ask me McNeil or Brennan Johnson, I would take McNeil at Everton. But ബെറ്റോനെ മുന്നിൽ വെച്ചിട്ട് മെക്നീൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ലായിരുന്നു. ഇതിപ്പോ ബ്രണ്ടൻ ജോൺസൺ എന്തെങ്കിലും ചെയ്താലായി. മറ്റത് ക്രോസ് ചെയ്യാ. എന്റെ ഇതെന്ന് പറയാണ്, ബ്രണ്ടൻ ജോൺസൺ സത്യം പറഞ്ഞാല് ഹീസ് അനദർ ഡാർവിൻ ന്യൂനസ്. ഓപ്പൺ പോസ്റ്റ് കിട്ടിയാലും അടിക്കൂല, വെറുതെ ഹെഡ്ലെസ് ചിക്കനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നല്ലാതെ. അതിപ്പോ നമുക്ക് ഓടാൻ നമ്മുടെ കുറെ ആൾക്കാരുണ്ട് യുണൈറ്റഡിലുള്ള, കാര്യമില്ലല്ലോ. അല്ല, എന്റെ ആഗ്രഹം എന്താണെന്നറിയോ, ബ്രണ്ണൻ അവിടെ എത്തിക്കഴിഞ്ഞപ്പോ എന്റെ എങ്ങനെയെങ്കിലും വല്ല സൗദിയിലേക്ക് തന്നെ പോണെന്നാണ് എന്റെ ഒരു. അവൻ പോലെ എനിക്ക് തോന്നില്ല, എവർട്ടൺ വിടുന്ന എനിക്ക് തോന്നുന്നില്ല. അല്ല, ഇത് അതാ ഞാൻ പറയുന്നത്. അവൻ അവിടെ സ്റ്റേ ചെയ്യാനുണ്ടല്ലോ. വർക്ക് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് രണ്ടുപേരും ഓടി നടന്ന് പണിയെടുക്കുന്ന വിങ്ങേഴ്സ് ആണ് രണ്ടും. അതിന്റെ റൈറ്റിലാണ്. എന്റെ അല്ലേ, എന്റെ റൈറ്റിലല്ലേ കളിക്കുന്നത്. അല്ല, ബ്രനൻ വന്നു കഴിഞ്ഞാൽ ഈതർ സൈഡ് കളിക്കാം. പിന്നെ ബാരി ഉണ്ട്. ബാരിയൊക്കെ പറയാൻ പറ്റില്ല. മോയ്സ് അടുത്ത ലുക്കാക്കു ആക്കും. പഴയ എവർട്ടൺ ലുക്കാക്കു ടു മോയസിനെ ഇങ്ങനെ ഹൈപ്പ് ചെയ്യലടാ. ഐ തിങ്ക് ഡിലാപ്പ് ഒക്കെ എവർട്ടണിൽ പോയാൽ ഇറ്റ് വിൽ ബി എ ഗുഡ് സൈനിങ് ഫോർ ഹിം ആൻഡ് ഹി വിൽ പ്ലേ ഗുഡ് ഫോർ 100%. ഞാൻ ആക്ച്വലി ഇത് പറഞ്ഞായിരുന്നു കഴിഞ്ഞ സീസണിൽ. ഹി ഷുഡ് ഹാവ് ഗോൺ ടു എവർട്ടൺ ദെൻ ടു ചെൽസി. അതെ അതെ, സ്റ്റെപ്പിംഗ് സ്റ്റോൺ എക്സാക്ട്ലി. അല്ല, ശരിക്കും എവർട്ടണ് വരേണ്ടത് ചെൽസിയിൽ തന്നെയാണ് വരണ്ടേ. എവർട്ടണുകാർക്ക് അതാണ് മെച്ചം. ലോണിൽ എക്സ്പെക്ടേഷൻ അല്ല, സം പ്ലേയേഴ്സ് ആർ ലൈക്ക് ദാറ്റ്. അവരിങ്ങനെ കളിക്കാത്ത ടീമിലെ പോളൂ. ഫെറാൻ ടോറസ് കണ്ടില്ലേ, സിറ്റിയിൽ കളിച്ചില്ല, ബാഴ്സയിൽ കളിച്ചില്ല, PSG കളിക്കാൻ പോകുന്നില്ല. എനിക്ക് മനസ്സിലാവും ഫെറാൻ ടോറസ് എങ്ങനെ PSG എത്തുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനത്തെ കുറെ ഏജൻസ് ഉണ്ട് സ്പെയിനില്. സ്പാനിഷ് പ്ലേയേഴ്സ് ഏജൻസ് ഉണ്ട്. മൊറാറ്റൊക്കെ എവിടെയൊക്കെ പോയി നോക്ക്. 50 മില്യൺ
50 മില്യൺ വിട്ടുള്ള കളിയില്ല. എനിക്കൊരു ട്രാൻസ്ഫർ വിൻഡോന് മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഐ തിങ്ക് ആഫ്റ്റർ ലുക്കാക്കു ഇറ്റ് വിൽ മൊറാട്ട ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതെ, എല്ലാ കൊല്ലവും ക്ലബ്ബ് മാറും. അത് എല്ലാ കൊല്ലം വലിയ വലിയ ക്ലബ്ബുകൾ 50 മില്യൺ. അതിന്റെ ഇടയ്ക്ക് വേറെ ന്യൂസ് കേട്ടോ, ടോട്ടനം മറ്റേ വിക്ടർ ഓസ്റ്റ്മാനെ നോക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് റൂമറാണ്, പക്ഷെ നടന്ന Even Barca is linked. Barca is also looking at in case Alvarez doesn't work. ഈ എൻറിക്കേന്റെ ഒരു വിറ്റുണ്ട്, അതായത് എൻറിക്കല്ല, ഫെറാൻ ടോറസ് യൂസ് ടു ഡേറ്റ് എൻറിക്കേസ് ഡോട്ടർ ആൻഡ് ദേ സ്പ്ലിറ്റ് ബിക്കോസ് ഓഫ് സ്പോർട്ടിംഗ് റീസൺസ് ദാറ്റ് ഹി വാസ് സംവെയർ ഷീ വാസ് സംവെയർ. സോ ഇപ്പം പ്രോബബ്ലി ഫെറാൻ ടോറസ് പാരീസിൽ പോയാൽ ദേ കൻ റീയൂണൈറ്റ്, പാച്ചപ്പ് ചെയ്യാം. അതെ, ആയിരിക്കില്ല, ഇമോഷണൽ റീസൺസ് കൊണ്ടായിരിക്കും പോയിണ്ടാവും. അതെ. So we've talked a lot, actually 1 hour we talked about United a lot. എനിക്ക് തോന്നുന്നു United and Liverpool, is to sum up everything, are going through the same trajectory in terms of where they are as a club, alle, because as of now clueless മാത്രല്ല, I'm saying, I wouldn't say clueless, but money saving trajectory അതുണ്ടാവും. ബട്ട് we can't say that about Liverpool anymore. കഴിഞ്ഞ സീസണിൽ 350 മില്യൺ എടുത്ത് കളഞ്ഞിട്ട്. That's what I was coming to tell you. Like നമ്മളെ പോലെ അല്ല നിങ്ങൾ, ഞങ്ങൾ കഴിഞ്ഞ 2 സീസൺ എടുത്താൽ നിങ്ങൾ എത്രയോ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. Yes. And this season also, this season also we are going to spend close to 300 million. I actually, before you close out, I actually want to ask, do you think Barcola is worth 130 million or 140 million? ഈ മാർക്കറ്റിലാണോ അല്ലെങ്കിൽ നോർമൽ മാർക്കറ്റിലാണോ? നോർമൽ മാർക്കറ്റിൽ അല്ല, ഈ മാർക്കറ്റിലാണ്, നോർമൽ മാർക്കറ്റിലാണ്. The issue is Barcola'യുടെ കാര്യം, last season we wanted him and we were ready to pay 80 million or 70 million, but അത് പുള്ളി അവിടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് he stayed there because I think വേൾഡ് കപ്പ് കാരണം. Again ഈ സീസൺ നമ്മൾ തിരിച്ചു പോയപ്പോൾ they are asking for 170 million after talking euros, after talking a month or two അത് 150 എത്തിയിട്ടുണ്ട്. I think over the next week it will come down to around 140 euros, so it will be slightly below 125. That is my assessment. 40 euros, man. Yeah. That is my assessment, and I think we are also going to sign another forward, Mbaye or something, for around 45 million. That is right winger right, and based on, see, Avaro namakkulladu Gakpo may go, and we are asking for 75 million for Gakpo. So Spurs are interested. So if Gakpo Spurs മേടിക്കുകയാണെങ്കിൽ, and Curtis Jones, ഇപ്പോ വന്ന റൂമർ ആണ് that Lazio is trying to sign മറ്റേ ഫ്രട്ടേസി ഇന്റർന്ന് പോയി കഴിഞ്ഞാൽ കർട്ടിസ് ജോൺസിന് 35 million ബിഡ് വരാൻ ചാൻസ് ഉണ്ട്. സോ ലിവർപൂൾ is going to do a lot of business in the last 2 weeks. ഇതൊക്കെ കേട്ടോ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഉഗാർത്തെ is worth 100 million now. 100 million. അത് തന്നെയാണ് point. ഈ മാർക്കറ്റ് ഈ സീസൺ അങ്ങനെ തന്നെയാണല്ലോ. കുക്ടോ ടോട്ടനം മൊത്തം നശിപ്പിച്ചു കളഞ്ഞു. അല്ല, ഞാൻ ചോദിക്കുന്നത് ബാർക്കോള അല്ലാത്ത ഒരു ഓപ്ഷൻ ആരാണ് ലിവർപൂളിന്? വേറെ ഓപ്ഷൻ ഇല്ല. There is no option. Actually എവർട്ടനായിട്ട് നിങ്ങൾക്ക് റൈവൽറി ഇല്ലായിരുന്നെങ്കിൽ എൻജോയ് വുഡ് ഹാവ് ബീൻ. എല്ലാവരും പറയുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും ഭയങ്കര സന്തോഷമുള്ളത്, ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഡിഡ്ന്റ് വാണ്ട് ഇറയോള ടു ബിക്കം ലിവർപൂൾ മാനേജർ. അതൊന്ന്, ബിക്കോസ് I know he will cook. He's good. പക്ഷേ പുള്ളിക്ക് ആ സ്റ്റെപ്പ് അപ്പ് പറ്റുമോ എന്നുള്ള മാത്രമേ ക്വസ്റ്റ്യൻ ഉള്ളൂ. അതുണ്ട്. ആൻഡ് മൈ ബിഗ്ഗസ്റ്റ് വറി വാസ് ഡിയോമുണ്ടെ ഗോയിങ് ടു ലിവർപൂൾ. അതെങ്ങനെ നടന്നിരുന്നെങ്കിൽ ഐ വിൽ ബി റിയലി വറീഡ് ആസ് എ റൈവൽ ഫാൻ. അത്രയും പറയുന്നുള്ളൂ. ബാർക്കോള പ്രശ്നമില്ല. ബാർക്കോള അവനൊരു 10 ചാൻസ് ഉണ്ടാക്കി കൊടുത്ത് 2 അടിക്കും, ബാക്കി 8 മിസ്സാക്കുക. That is the point. പക്ഷേ നമ്മുടെ what we are trying to do is center project is actually Isak and Wirtz. ബാർക്കോള ഒക്കെ വൈഡ് കളിച്ചിട്ട് we are not, ഇപ്പം ഇറയോള പറഞ്ഞ അനുസരിച്ച് we are not looking at Salah Mane replacement as such. We are not looking at goal scoring wide players. We are looking at assist providing wide players എന്നാണ് ഇറയോള പറയുന്നത്. I don't know how far it will work, but ഓക്കെ, ജെഫ് ബെസോസ് വന്നിട്ട് ഒലീസെ എംബാപ്പേനെയും യമാനെയും ഒക്കെ തരും, ബാക്കികളൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. ബുദ്ധിമുട്ടാണ്. വി ഡോണ്ട് നോ. അതല്ല ഈ ന്യൂ ഓണേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പം ഈ FSGയുടെ അഗെയിൻസ്റ്റ് വരുന്ന ആൾക്കാരൊക്കെ പറയുന്നത് നോൺ എനിമി ഈസ് ബെറ്റർ ദാൻ അൺനോൺ ഫ്രണ്ട്. സോ യു നെവർ നോ വാട്ട് देयर ഇന്റൻഷൻസ് ആർ. എന്റെ ആസ് എ റൈവൽ ഫാൻ ഞാൻ പറയാണ്, it won't be the other side is always not greener. ഞാൻ ഇപ്പോഴേ പറഞ്ഞു വെക്കുകയാണ്. അതെ, that is what I think ജെഫ് ബെസോസിനൊക്കെ നോക്കുകയാണെങ്കിൽ he wants to commercialize the team, not a footballing project എന്നാണ് എനിക്ക് തോന്നുന്നത്. It can change. ആൻഫീൽഡ് പ്രൈം എന്നൊക്കെ ആയിരിക്കും പേര് സ്റ്റേഡിയത്തിന്റെ, ഒന്നും പറയാൻ പറ്റില്ല. Maybe.
But അവിടെ I hope it is I think Jeff Bezos is only 10% or 8% എന്നേ ഉള്ളൂ. ബാക്കിയുള്ളവരുണ്ട്. But again, you never know. Billionaires don't become billionaires with their good souls അല്ലേ. അവരുടെ ഉദ്ദേശങ്ങൾ നമുക്ക് ഒരിക്കലും. Anyway, thank you so much, Miraj, for coming. അല്ല ഒരു മിനിറ്റ് യാതൊരു ഉദ്ദേശമുള്ളതാണ് സ്വരൂപിന്. ഇമ്പോർട്ടന്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാതെ വിടാൻ പറ്റില്ല. ഇപ്പൊ ഈ പ്രീമിയർ ലീഗില് ഈ സീസണിലെ ഫസ്റ്റ് സാക്ക് അയ്യോ ചോദിക്കാതെ വിടാൻ പറ്റില്ലല്ലോ. ഇൻട്രസ്റ്റിംഗ് അല്ലേ? കുറെ പുതിയ മാനേജേഴ്സ് വന്നിട്ടുണ്ട്. The best bet would be whoever is managing Nottingham Forest. അതൊരു പോയിന്റ് ആണ്. പക്ഷെ അത് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് വിൽ ബി ബിക്കോസ് ഓഫ് ഫുട്ബോളിംഗ് റീസൺസ്. അത് മൂപ്പരുടെ ഇമോഷണൽ റീസൺസ് കണ്ട് ബോറും അടിച്ചു വേറെ മുഖം കൊണ്ടുപോകും. പക്ഷെ സാക്കാവുന്ന മാനേജർ ചോദിക്കുകയാണെങ്കിൽ I have a weird feeling it will be Newcastle's manager. ഞാൻ പറയാൻ അയാൾ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അയാളാവുമായിരുന്നു. ഇയാൾ എഡിഹാവിന് പകരം വന്നിട്ട് ബിക്കോസ് ഐ ഡോണ്ട് തിങ്ക് ആ ടീമിന് വേണ്ട ഒരു പ്ലേയേഴ്സ് അവിടെ ഉണ്ട് എനിക്ക് തോന്നുന്നില്ല. It's a long project. കാരണം ഇയാളെ 38 years old or something. അതിന് പ്ലേയേഴ്സ് മേടിച്ച് എന്റെ ഒരു ഇതിൽ ഇപ്പൊ ലെറ്റ്സ് സേ ഹാഫ് സീസൺ കഴിഞ്ഞു. ഇഫ് ന്യൂകാസിൽ ഈസ് സംവെയർ ലൈക്ക് ഹൗ ടോട്ടനം വാസ് ലാസ്റ്റ് സീസൺ, ഒരു റെലിഗേഷൻ ഫൈറ്റ് പോലൊക്കെ ആണെങ്കിൽ ഐ തിങ്ക് ഹി വിൽ ഗെറ്റ് സാക്ക്ഡ്. കോമഡി വേറെ ഒന്നും പറയട്ടെ, സ്പേഴ്സ് ഇത്രയൊക്കെ സൈനിങ് നടത്തിയിട്ടാണ് ഡിസേബി സാക്ക് ആവില്ല, ഡിസേബി ഇറങ്ങി അതാണ് അവിടെ എനിക്ക് നല്ല ആദ്യത്തെ 15 കളി നവംബർ ആകുമ്പോഴേക്ക് ഈ ടോപ്പ് 5 ടോപ്പ് 6 ഇല്ലെങ്കിൽ ആ റേഞ്ചിലേക്കുള്ള ഒരു പ്രോഗ്രസ് എങ്കിലും കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവര് പറയും ഞങ്ങൾ ഇത്രയും പൈസ ഇറക്കിയതും പോരാ, നീ ഇങ്ങനെ കളിക്കാനാണെന്ന് എന്തിനടിക്കുന്നതായിരിക്കും. അല്ല എപ്പോഴും വന്ന പ്ലേസ് എപ്പോഴും വർക്ക് ആവണമെന്നില്ല. ഇറ്റ്സ് ഓൾവേസ് ആ ടീം കെമിസ്ട്രി പോലെയാണ്. ടോട്ടൽ ചേഞ്ച്, മൊത്തം ചേഞ്ച്. ഇത്ര ചേഞ്ചസ് വന്നു കഴിഞ്ഞാലും അറ്റാക്കിംഗ് വിങ്ങില് പ്ലേയേഴ്സിന് ഇനിയും വേണം അവർക്ക്. നന്നായി. അതായത് നമ്മളിപ്പം സ്പേഴ്സിന്റെ കാര്യം പറഞ്ഞു, സിറ്റിയുടെ സ്ട്രഗിൾസ് കുറഞ്ഞു, ചെൽസി പറഞ്ഞു. ഇതിപ്പോ എല്ലാ ഫാൻസും കൂടെ റെഡ് മാഫിയ, നിങ്ങൾ വലിയ പഴയ ക്ലബ്ബുകാർ വന്നിട്ട് നമ്മളൊക്കെ കുറ്റം പറഞ്ഞിരിക്കുന്നത്. അല്ല എന്താ പ്രശ്നം? ഇവിടെ ബ്ലൂ കാർട്ടിലുണ്ട്. എക്സിൽ കയറി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ബ്ലൂ കാർട്ടിലാ. ട്രാൻസ്ഫർ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ചെൽസി, സമ്മർ കളി തുടങ്ങിയ സിറ്റി, പിന്നെ അവിടുന്ന് ഇവിടുന്ന് എവർട്ടൺ ഒക്കെ വരും. അപ്പൊ പ്യൂർലി മറ്റേ ആന്റൈ ലിവർപൂൾ അജണ്ട ഇങ്ങനെ സീസൺ കൊണ്ട് ഇന്നത്തെ ട്രെന്റ് അലക്സാണ്ടർ അങ്ങോട്ട് വരുന്നുണ്ട്. എങ്ങോട്ട്? എവർട്ടൺ ഫാൻസ് ഉണ്ടാക്കുന്ന റൂമറാണ്. കഴിഞ്ഞ സീസണില് ഞാൻ ഒരു 10 കളിയായിട്ട് എപ്പോഴാണ് പറഞ്ഞത് യുണൈറ്റഡ് ലിവർപൂളിന് മുകളില് ഫിനിഷ് ചെയ്യുന്നു. അതിന് എന്നെ ക്രിസ് യുണൈറ്റഡ് ഫാൻ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. ഒന്ന് പറഞ്ഞു 27 യുണൈറ്റഡ് ഒന്ന് ഹൈ ഫിനിഷ് എന്ന് പറഞ്ഞ. അല്ല ഞാനെന്താ അറിയോ, ഞാൻ ഈ പ്രഡിക്ഷൻ ചോദിക്കാത്തത് ഐ തിങ്ക് വിൻഡോ ഫിനിഷ് ചെയ്ത കാര്യത്തിൽ ചോദിച്ചിട്ട് കാര്യമുള്ളൂ. കാരണം ഇപ്പത്തെ ലെവലില് അതെ No, I think it will be. ഞാൻ ഓപ്പൺ പറയാം. I think ആ ലീഗ് ടൈറ്റിൽ ആർസണൽസ് ടു ലൂസ് നമ്മൾ അങ്ങനെ പ്രഷർ കൊടുക്കണം. ചാലഞ്ച് ചെയ്യുന്ന മിക്കവാറും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിരിക്കും. ആയിക്കോട്ടെ, അതെ. കാരണം ഐ തിങ്ക് ഇറ്റ് വാസ് നൈസ് ടു ഹാവ് യുണൈറ്റഡ് ഫാൻ ഹിയർ. ആൻഡ് ആക്ച്വലി പുള്ളി ഓപ്പൺ ആയിട്ട് ഹി ആക്ച്വലി ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പൊതുവെ some fans get very defensive about their club. അല്ല അതാ പ്രശ്നം. അത് കാരണം എന്റെ സബ്സ്ക്രൈബേഴ്സ് കൂടൂല ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ. അത് കുഴപ്പമില്ല. പക്ഷെ അല്ല ഈ പോഡ്കാസ്റ്റ് വന്നുകൊണ്ട് ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് അങ്ങോട്ട് വരും. മൂപ്പർ ഒന്നുകൂടി കൊണ്ടുപോകുന്നൊക്കെ. നമുക്ക് വീണ്ടും I hope throughout the season if you have time please do come. And if you want one of us to come, please do invite us. One of us. Of course. ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങനെ കുറച്ച് പ്ലാനിങ്ങിലുണ്ട്. ഞാൻ പറയാം. Anyways, thank you so much for having me. It was fun. It was very informative. നിങ്ങളുടെ ലിവർപൂളിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് തുറന്ന് പറയാൻ പറ്റി. സോ താങ്ക് യു സോ മച്ച്. സോ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ ഷെഡ്ഫോർഡ് സിഗ്നൽ ആണ് മിരാജിന്റെ പേജ്. വിൽ പുട്ട് യുവർ ബയോ ലിങ്ക് ഓൺ യുവർ ബയോ. പ്ലീസ് ഡു ഫോളോ. ലിവർപൂൾ ഫാൻസ്
നിങ്ങൾക്ക് യുണൈറ്റഡിന്റെ ആക്ച്വൽസ് അല്ലെങ്കിൽ യുണൈറ്റഡിന്റെ വിതൗട്ട് എനി എന്താ നോ ഹോൾസ് ബാർ അൺബയസ്ഡ് ആയിട്ടുള്ള യുണൈറ്റഡ് കാര്യങ്ങൾ അറിയണമെങ്കിൽ പ്ലീസ് ഫോളോ സ്റ്റെഡ്ഫോർഡ് സിഗ്നൽ. ഇസ് എ ഗ്രേറ്റ്, പുള്ളി ലൈവും പുള്ളി ഷോസ് ഒക്കെ എല്ലാ ദിവസം ചെയ്യുന്നുണ്ട്. Please support him as well. But thank you so much. We'll meet soon. Namukku when the season starts, we'll definitely catch up. Thank you so much. Thank you guys.